SLR പാഴ്സിംഗ് ആയിരുന്നു. SLR പാഴ്സിംഗിന്റെ ഓപ്പറേഷൻസ് എല്ലാം എങ്ങനെയാണ്, പാഴ്സിംഗ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ഫസ്റ്റ് തന്നിരിക്കുന്ന ഗ്രാമറിനെ നമ്മളൊരു ഓഗ്മെന്റഡ് ഗ്രാമർ ആക്കണം. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, അതിനകത്ത് 2 ഓപ്പറേഷൻസ് നമുക്ക് പെർഫോം ചെയ്യണം, ക്ലോഷർ ഓപ്പറേഷനും ഗോ ടു ഓപ്പറേഷനും. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് എന്ത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നത്, SLR പാഴ്സിംഗ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം ഈ പാഴ്സിംഗ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിന്റെ അൽഗോരിതം ആണ് നമുക്കിനി നോക്കാനുള്ള. അൽഗോരിതം നോക്കിയിട്ട് നമുക്ക് എങ്ങനെ അത് ചെയ്യുന്നതെന്ന് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു ഓഗ്മെന്റഡ് ഗ്രാമർ ആയിരിക്കും. അവിടെ ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുക. അവിടെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് SLRന്റെ പാഴ്സിംഗ് ടേബിൾ ആയിരിക്കും കിട്ടുക. ഇനി അതിന്റെ മെത്തേഡ്, ഫസ്റ്റ് construct C is equal to I0, I1 up to IN, the collection of set of LR0 of item. ആദ്യം നമ്മൾ ചെയ്യുന്നത് LR0 of items കൺസ്ട്രക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഗ്രാമറിൽ നിന്ന് ഓരോ ഐറ്റംസ് കൺസ്ട്രക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഐറ്റംസിനെയാണ് നമുക്ക് നമ്മുടെ DFAയുടെ സ്റ്റേറ്റ്സ് ആയിട്ട്, ഈ ഓരോ ഐറ്റംസിനെയാണ് നമ്മൾ DFAയുടെ സ്റ്റേറ്റ്സ് ആയിട്ട് എടുക്കുന്നത്. അപ്പം ഫസ്റ്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് LR0 of items ആണ്. ദെൻ സ്റ്റേറ്റ് I is constructed from IA, അതായത് ഈ ഐറ്റംസിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റിനെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇനിയും ആ ഐയില് നമ്മളെ ട്രാൻസിഷൻസ് ഒക്കെ എങ്ങനെയാണ് എഴുതുന്നതെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. പാഴ്സിംഗ് ഫങ്ഷൻസ് ഫോർ സ്റ്റേറ്റ് I, അതായത് ഓരോ സ്റ്റേറ്റിന്റെയും പാഴ്സിംഗ് ഫങ്ഷൻസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് if A tends to alpha dot A beta ഫോമിലാണ് I ഉള്ളത് എങ്കിൽ A tends to alpha dot A beta ഫോമിലാണ് I ഉള്ളത് എങ്കിൽ അവിടെ A എന്ന് പറയുന്നത്, അവിടെ ആക്ഷൻ ഓഫ് I, A എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന ഓപ്പറേഷൻ ഷിഫ്റ്റ് ഓപ്പറേഷൻ ആയിരിക്കും. അവിടെ A എന്ന് പറയുന്നത് മസ്റ്റ് ബി എന്തായിരിക്കും, ഒരു ടെർമിനൽ ആയിരിക്കും. അതായത് ടേബിളില് എന്താണ് നമ്മൾ ട്രാൻസിഷൻ, നമ്മൾ DFA ട്രാൻസിഷൻ വരയ്ക്കുമ്പോൾ ഒരു ടെർമിനലിലാണ് പാസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ ടേബിളിൽ എഴുതുക അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നത് ആക്ഷൻ ഫംഗ്ഷൻ ആയിരിക്കും. ആ ആക്ഷൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഏത് സ്റ്റേറ്റിൽ നിന്ന് ഏത് ടെർമിനൽ വാല്യൂ പാസ് ചെയ്യുന്നോ അവിടെ കോളത്തിൽ വരുന്ന ഓപ്പറേഷൻ അപ്പോൾ എന്തായിരിക്കും, ഷിഫ്റ്റ് ഓപ്പറേഷൻ ആയിരിക്കും അവിടെ പെർഫോം ചെയ്യുന്നത്. ഇനി അവിടെ പാസ് ചെയ്യുന്നത് ഇപ്പം A tends to alpha dot, അതായത് തന്നിരിക്കുന്ന പ്രൊഡക്ഷന്റെ എൻഡില് ഏറ്റവും ലാസ്റ്റിലാണ് ഡോട്ട് പ്രോഡക്റ്റ് വരുന്നത് എങ്കിൽ അവിടെയും നമ്മൾ പെർഫോം ചെയ്യുന്നത് എന്താണ്, ആക്ഷൻ ഓഫ് I, A ആണ്. ബട്ട് അവിടെ ഷിഫ്റ്റ് ഓപ്പറേഷൻ അല്ല പെർഫോം ചെയ്യുന്നത്, റെഡ്യൂസ് ഓപ്പറേഷൻ ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. റെഡ്യൂസ് ഓപ്പറേഷനോടൊപ്പം ഈ റെഡ്യൂസ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് വെറുതെ ആ കോളത്തിലേക്ക് റെഡ്യൂസ് ഓപ്പറേഷൻ എഴുതുകയല്ല ചെയ്യുന്നത്. നമുക്ക് തന്നിരിക്കുന്ന പ്രൊഡക്ഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ നോൺ ടെർമിനലിന്റെ ഫോളോ വാല്യൂസ് ഏതൊക്കെയാണോ വരുന്നത് ആ ഫോളോ വാല്യൂസിന്റെ കോളത്തിലായിരിക്കും നമ്മൾ അവിടെ എന്ത് അപ്ലൈ ചെയ്യുന്നത്, റെഡ്യൂസ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നത്. മൂന്നാമത് നമുക്ക് തന്നിരിക്കുന്നത് I, തന്നിരിക്കുന്ന ആക്ഷൻ പെർഫോം ചെയ്യുമ്പോൾ I, S ആണ് വരുന്നത് എങ്കിൽ, അതായത് നമ്മുടെ ഓഗ്മെന്റഡ് ഗ്രാമറിലാണ് ഇത് വരുന്നത് എങ്കിൽ, സ്റ്റേറ്റ് വരുന്നത് എങ്കിൽ, ആക്ഷൻ പെർഫോം ചെയ്യുമ്പോൾ ഓഗ്മെന്റഡ് ഗ്രാമർ ആണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ കോളത്തിൽ എഴുതുക, ടേബിളിൽ എഴുതുക ആക്സെപ്റ്റ് സ്റ്റേറ്റ് ആയിരിക്കും.
ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങൾ. അതായത് ഇഫ് എ ടെൻസ് ടു ആൽഫ ഡോട്ട് എ ബീറ്റ, അതിന് ഇത്രയും ഓർത്താൽ മതി. നമുക്ക് ട്രാൻസിഷൻ പോകുന്നത് ടെർമിനൽ വാല്യൂ ആണ് എങ്കിൽ അവിടെ നമ്മൾ ആ ഏത് ടെർമിനലിലാണോ, കോളത്തിൽ ഏത് ടെർമിനൽ വാല്യൂവിലാണോ ആ സ്റ്റേറ്റിൽ നിന്ന് പാസ് ചെയ്യുന്നത്, ആ ടെർമിനൽ വാല്യൂവിന്റെ കോളത്തിൽ ഷിഫ്റ്റ് ഓപ്പറേഷൻ ആയിരിക്കും പെർഫോം ചെയ്യുക. ഷിഫ്റ്റ് ജെ എന്ന് വെച്ചാൽ ഷിഫ്റ്റ് ഓപ്പറേഷനും അത് എവിടെ നിന്ന് എങ്ങോട്ട് ഏത് സ്റ്റേറ്റിലേക്കാണ് പോകുന്നതെന്ന് കൂടിയാണ് അവിടെ എഴുതുന്നത്. നമ്മൾ ഇന്നലെ പഠിച്ചപ്പോ എക്സാമ്പിൾ കാണിച്ചപ്പോൾ ഞാൻ കാണിച്ചായിരുന്നു S4 S2 അങ്ങനെയായിരുന്നു നമ്മൾ ഷിഫ്റ്റ് എഴുതിയത്. അപ്പം ഷിഫ്റ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതോടൊപ്പം ഏത് സ്റ്റേറ്റിൽ നിന്ന് ഏത് സ്റ്റേറ്റിലേക്കാണ് അവിടെ മൂവ് ചെയ്യുന്നതും കൂടെയാണ് അവിടെ കാണിക്കുന്നത്. ഇനിയും ഒരു ഡോട്ട് പ്രോഡക്റ്റ് എൻഡ് ചെയ്യുന്നതാണ് വരുന്നതെങ്കിൽ അവിടെ റെഡ്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. റെഡ്യൂസ് ഫംഗ്ഷൻ നമുക്ക് ഡയറക്ട്ലി ആ സ്റ്റേറ്റിന്റെ ഏത് കോളത്തിൽ നമുക്ക് റെഡ്യൂസ് ഫംഗ്ഷൻ എഴുതണമെന്ന് നമുക്ക് അറിയാൻ പറ്റാതെ വരും. അപ്പം അത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് പ്രൊഡക്ഷന്റെ എന്ത് കണ്ടുപിടിക്കും, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ നോൺ ടെർമിനലിന്റെ ഫോളോ വാല്യൂ കണ്ടുപിടിക്കും. ആ ഫോളോ വാല്യൂവിനെ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, റെഡ്യൂസ് ഫംഗ്ഷൻ ഏത് കോളത്തിൽ എഴുതണമെന്ന് ഡിസൈഡ് ചെയ്യുക. ഇനി ഓഗ്മെന്റഡ് ഗ്രാമർ ആണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്തായിരിക്കും എഴുതുക, എക്സെപ്റ്റ് സ്റ്റേറ്റ് ആയിരിക്കും എഴുതുക. ഈ 3 കാര്യങ്ങളാണ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ മെയിൻലി ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മുടെ എന്താണ് DFAയിലെ ട്രാൻസിഷൻ ഫംഗ്ഷൻ എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഗോ ടു ഫംഗ്ഷൻ. നമ്മൾ ആക്ഷന്റെ കാര്യമാണ് ഇത്രയും നേരം പറഞ്ഞത്. ഗോ ടു ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണോ നമ്മുടെ DFAയിലെ ആക്ഷൻസ് എന്താണ് ട്രാൻസിഷൻ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നത് അതേപോലെയാണ് നമ്മൾ അവിടെ ഗോ ടു ഫംഗ്ഷൻ എഴുതുന്നത്. അതായത് ഓരോ സ്റ്റേറ്റിൽ നിന്നും നോൺ ടെർമിനൽ വാല്യൂ പാസ് ചെയ്യുന്നത് എങ്ങോട്ടാണ് അതിനാണ് നമ്മൾ ഗോ ടു ഫംഗ്ഷൻ അവിടെ മാർക്ക് ചെയ്യുന്നത്. ഇനിയും ഇതൊന്നും വന്നിട്ടില്ല എങ്കിൽ അവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നതെന്ന് വെച്ചാൽ അത് എന്തായിരിക്കും, എറർ കോളംസ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു SLR പാഴ്സിംഗ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കാം. തന്നിരിക്കുന്ന ഗ്രാമർ ആണ് E tends to E plus T or T, T tends to T star F or F, F tends to bracket of E or ID. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഗ്രാമർ. ഫസ്റ്റ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഗ്രാമറിന്റെ ഓഗ്മെന്റഡ് ഗ്രാമർ എഴുതുക. ഓഗ്മെന്റഡ് ഗ്രാമർ എങ്ങനെയാ എഴുതുന്നത് ഇന്നലെ പഠിച്ചത്. എന്താണ്, നമ്മൾ ഏതാണോ ഇവിടെ സ്റ്റാർട്ട് സിമ്പൽ ആയിട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ട് സ്റ്റേറ്റ് ആയിട്ട് വരുന്നത് അതിനാണ് നമ്മൾ ഓഗ്മെന്റഡ്. ഇവിടെ E ആണ് സ്റ്റാർട്ട് സ്റ്റേറ്റ്. സോ അവിടെ ഓഗ്മെന്റഡ് ഗ്രാമർ എന്താ എഴുതുക, E dash tends to E എന്നാണ് ഓഗ്മെന്റഡ് ഗ്രാമർ എഴുതുന്നത്. അപ്പൊ ഇതെന്തായി, ഇത് നമുക്ക് തന്നിരുന്നത് ഗ്രാമർ, അതിന്റെ ഓഗ്മെന്റഡ് ഗ്രാമർ എഴുതുക എന്ന് വെച്ചാൽ E dash tends to E കൂടെ എഴുതുമ്പോൾ അത് എന്തായിട്ട് മാറി, അതൊരു ഓഗ്മെന്റഡ് ഗ്രാമർ ആയിട്ട് മാറി. അപ്പൊ ഈ ഓഗ്മെന്റഡ് ഗ്രാമറിനാണ് നമുക്ക് എന്ത് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്, SLR പാഴ്സിംഗ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ ക്ലോഷർ ഓപ്പറേഷൻ ആണ്. അതായത് ഈ തന്നിരിക്കുന്ന ഓരോ പ്രൊഡക്ഷന്റെയും ക്ലോഷർ ഓപ്പറേഷൻസ് ആണ് നമുക്ക് എഴുതണം. ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന പ്രൊഡക്ഷൻ ആദ്യത്തെ E dash tends to E എന്നുള്ളതിന്റെ ക്ലോഷർ ഓപ്പറേഷൻ എങ്ങനെ എഴുതുക, E dash tends to dot E. നമ്മൾ ക്ലോഷർ എങ്ങനെയായിരുന്നു എഴുതുന്നത്, ഡോട്ട് പ്രോഡക്റ്റ് ആഡ് ചെയ്തിട്ടായിരുന്നു നമ്മൾ എന്ത് എഴുതുന്നത്, ക്ലോഷർ എഴുതുന്നത്. അപ്പൊ ഫസ്റ്റ് പ്രൊഡക്ഷന്റെ ക്ലോഷർ E dash tends to E യുടെ ക്ലോഷർ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്, E dash tends to dot E. ഇനി അടുത്ത പ്രൊഡക്ഷൻ ഏതാ, E tends to
ഇ പ്ലസ് ടി. അപ്പൊ അതിന്റെ എങ്ങനെ ക്ലോഷർ എഴുതും? ഇ ടെൻസ് ടു ഡോട്ട് ഇ പ്ലസ് ടി. ഇനി നോക്കിക്കേ, നെക്സ്റ്റ് ഇയുടെ പ്രൊഡക്ഷൻ ഏതാ വരിക? ഇ ടെൻസ് ടു ഡോട്ട്. ഓക്കെ, അപ്പം ഇയുടെ എന്തായി? ക്ലോഷർ നമ്മൾ എഴുതി. ഇവിടെ ഡോട്ട് കഴിഞ്ഞ് ഒരു നോൺ ടെർമിനൽ ആണ് വരുന്നത്. നോൺ ടെർമിനൽ വരുമ്പോൾ ഇ ആണ്. അപ്പൊ ഇയുടെ പ്രൊഡക്ഷൻ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. സോ അവിടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. നെക്സ്റ്റ് ഡോട്ട് കഴിഞ്ഞ് എന്താ വരിക? ടി ആണ് വരിക. അപ്പൊ ഇനി ടിയുടെ പ്രൊഡക്ഷൻ നമുക്ക് എഴുതുക. ടിയുടെ പ്രൊഡക്ഷൻ എങ്ങനെയാ എഴുതുന്ന ക്ലോഷർ? ടി ടെൻസ് ടു ഡോട്ട് ടി സ്റ്റാർ എഫ്. അടുത്ത ടിയുടെ പ്രൊഡക്ഷൻ ടി ടെൻസ് ടു ഡോട്ട് എഫ്. അപ്പൊ നമുക്ക് എന്തായി? ടിയുടെ ക്ലോഷർ ഓപ്പറേഷനും ആയി. നെക്സ്റ്റ് അടുത്ത പ്രൊഡക്ഷൻ ഡോട്ട് കഴിഞ്ഞ് ഇവിടെ എഫ് വരുന്നുണ്ട്. അപ്പം എഫിന്റെ പ്രൊഡക്ഷൻ എങ്ങനെ എഴുതുക? എഫ് ടെൻസ് ടു ഡോട്ട് ബ്രാക്കറ്റ് ഓഫ് ഇ. അടുത്ത എഫ് ടെൻസ് ടു ഡോട്ട് ഐ ഡി. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ഗ്രാമറിന്റെയും എന്താണ്, എല്ലാ പ്രൊഡക്ഷന്റെയും എന്തായി? ക്ലോഷർ ഫംഗ്ഷൻ നമ്മളെ എഴുതി കഴിഞ്ഞു. ഈ ക്ലോഷർ ഫംഗ്ഷനെയാണ് ഞാൻ ഇവിടെ ആദ്യത്തെ ഐറ്റം ആയിട്ട് എഴുതുക. അതായത് നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ് അല്ലെങ്കിൽ ആദ്യത്തെ ഐറ്റം ആയിട്ട് I0 എന്ന് പറയുന്ന ഐറ്റം ആയിട്ട് എടുക്കുന്നത് ഏതാണ്? ഈ തന്നിരിക്കുന്ന ഗ്രാമറിന്റെ എന്താണ് ക്ലോഷർ ഓപ്പറേഷൻ ചെയ്ത് കിട്ടുന്ന പ്രൊഡക്ഷനെയാണ് ഞാൻ ആദ്യത്തെ ഐറ്റം ആയിട്ട് എടുക്കുന്നത്. അതാണ് എന്റെ കനോണിക്കൽ LR0 ഓഫ് ഐ. കനോണിക്കൽ അല്ല, വെറും LR0 ഓഫ് ഐറ്റംസ് എന്ന് പറയും. LR0 ഓഫ് ഐറ്റത്തിലെ ആദ്യത്തെ ഐറ്റം നമ്മൾ അപ്പൊ എടുക്കുന്നത് എങ്ങനെയാണ്? തന്നിരിക്കുന്ന ഗ്രാമറിന്റെ അല്ലെങ്കിൽ തന്നിരിക്കുന്ന പ്രൊഡക്ഷന്റെ ക്ലോഷർ ആണ് ആദ്യത്തെ ഐറ്റം. ക്ലോഷർ എടുക്കുന്നത് എങ്ങനെയാണ്? ഡോട്ട് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ്. അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഡോട്ട് പ്രോഡക്റ്റ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലോഷർ എഴുതുന്നത്. ക്ലോഷർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഡോട്ട് ഓപ്പറേഷൻ നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഡോട്ട് കഴിഞ്ഞ് ക്യാപിറ്റൽ, അതായത് നോൺ ടെർമിനൽ ആണ് വരുന്നതെങ്കിൽ അതിന്റെ വാല്യൂ കൂടി നമ്മൾ ആഡ് ചെയ്യും. ഇവിടെ ആദ്യം ആഡ് ചെയ്തപ്പോൾ, ഫസ്റ്റ് ഞാൻ ഓഗ്മെന്റഡിന്റെ ആഡ് ചെയ്തപ്പോൾ ഇവിടെ ഡോട്ട് കഴിഞ്ഞ് ക്യാപിറ്റൽ ഇ ആണ് വന്നത്. സോ ഞാൻ ഇയുടെ പ്രൊഡക്ഷൻസ് എഴുതി. അടുത്ത ഇവിടെ ഡോട്ട് ടി വന്നു, അപ്പൊ ഞാൻ ടിയുടെ പ്രൊഡക്ഷൻ എഴുതി. ഇവിടെ ഡോട്ട് എഫ് വന്നു, അതുകൊണ്ട് ഞാൻ എഫിന്റെ പ്രൊഡക്ഷൻ കൂടി ആഡ് ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ എന്താണ് I0 എന്ന് പറയുന്ന സ്റ്റേറ്റ് അല്ലെങ്കിൽ അതിന്റെ ക്ലോഷർ കംപ്ലീറ്റ് ആയത്. അപ്പൊ ഫസ്റ്റ് I0 എഴുതിയത് ക്ലിയർ ആയോ? ആയോ? ആരോടാ ചോദിക്കുന്നേ? തന്നെ ചെയ്ത് ആകെ രണ്ടുപേരായോ ഇപ്പൊ വന്ന് എന്ത് നല്ല കുട്ടികൾ, എല്ലാം വായും പൊളിച്ചിരിക്കുന്നതേ ഉള്ളു യൂണിവേഴ്സിറ്റി ഇങ്ങനെ പോയ. ബാക്കിയുള്ള അമ്മയല്ലേ എന്ത് ചെയ്യേ? ബാക്കിയുള്ളവരെല്ലാം പൂരപ്പറമ്പില. എല്ലാരും കളി കാണാൻ പോയതാണോ? ഓരോ കളിയൊക്കെ കണ്ടിട്ട് വരുമ്പോ മാനത്ത് നോക്കി ഇരിക്കും. ഇനി അടുത്ത നമ്മുടെ ഈ ഓരോ പ്രൊഡക്ഷനും, അതായത് I0 ആദ്യത്തെ ഐറ്റത്തിലെ ഓരോ പ്രൊഡക്ഷനും നമുക്ക് ഗോ ടു ഫങ്ഷൻസ് എഴുതണം. അങ്ങനെയാണ് നമ്മൾ അടുത്ത LR ഓഫ് ഐറ്റംസ് അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റുകൾ നമ്മൾ എഴുതുക. ഫസ്റ്റ് നമ്മുടെ പ്രൊഡക്ഷൻ എന്താണ്? E ഡാഷ് ടെൻസ് ടു ഡോട്ട് ഇ എന്നുള്ളതാണ് നമ്മുടെ പ്രൊഡക്ഷൻ. അതിന്റെ ഗോ ടു ഫംഗ്ഷൻ എങ്ങനെ എഴുതുക? ഗോ ടു ഫംഗ്ഷൻ ഓഫ് I0 കോമ നെക്സ്റ്റ് വാല്യൂ എഴുതുന്നത് എന്താണ്? ഡോട്ട് കഴിഞ്ഞ് ഇവിടെ ഏത് വാല്യൂ ആണ് വരുന്നത് അതാണ് ഇവിടെ നമ്മൾ എഴുതുക. ഇവിടെ നമ്മുടെ പ്രൊഡക്ഷനിൽ ഡോട്ട് കഴിഞ്ഞ് എന്താ വരിക? ക്യാപിറ്റൽ ഇ ആണ് വരിക. അപ്പൊ അവിടെ എന്ത് എഴുതി? ഗോ ടു ഫംഗ്ഷൻ ഓഫ് I0 കോമ ഇ.
ഇനി ഗോ ടു ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇ ഡാഷ് ടെൻസ് ടു ഗോ ടു ഫംഗ്ഷനിൽ എന്ത് ചെയ്യണം? ഡോട്ട് ഇ എന്നുള്ളത് എന്താവും? ഈ ഡോട്ട് പ്രോഡക്റ്റ് റൈറ്റിലേക്ക് ഒരു 1 റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പം ഇത് എന്തായിട്ട് മാറും? ഇ ഡാഷ് ടെൻസ് ടു ഇ ഡോട്ട് എന്ന്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് നോക്കിക്കേ. അടുത്ത പ്രൊഡക്ഷൻ എടുക്കുകയാണ് എങ്കിൽ അവിടെയും ഇ ഡാഷ് ടെൻസ് ടു ഡോട്ട് ഇ പ്ലസ് ടി ആണ്. അപ്പം ഗോ ടു ഫംഗ്ഷൻ എഴുതുമ്പോൾ അവിടെയും എങ്ങനെയാ വരിക? I0 കോമ ഡോട്ട് കഴിഞ്ഞ് അവിടെയും ഇ ആണ് വരിക. അപ്പൊ നമുക്ക് ഇതിനകത്ത് തന്നെ ഈ ഒരു ഗോ ടു ഫംഗ്ഷനകത്ത് തന്നെ എന്ത് ചെയ്യാം? ഈ പ്രൊഡക്ഷനെയും നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ എങ്ങനെ എഴുതും? ഇ ടെൻസ് ടു ഡോട്ട് ഇ എന്നുള്ളത് എന്തായിട്ട് മാറും? ഇ ഡോട്ട് പ്ലസ് ഇ ഡോട്ട് പ്ലസ് ടി ആയിട്ട്. അപ്പൊ നമ്മുടെ ആദ്യത്തെ 2 പ്രൊഡക്ഷന്റെ നമ്മൾ എന്ത് എഴുതി? ഗോ ടു ഫംഗ്ഷൻ എഴുതി. ഈ ഗോ ടു ഫംഗ്ഷനെയാണ് ഞാൻ എന്തായിട്ട് എടുക്കുന്നത്? I1 എന്ന് പറയുന്ന സ്റ്റേറ്റ് ആയിട്ട്. ഓക്കെ, അപ്പം ആദ്യത്തെ പ്രൊഡക്ഷന്റെ ഗോ ടു ഫംഗ്ഷൻ എഴുതി. അപ്പൊ എന്ത് വന്നു? I0 കോമ ഇ ആണ്. അടുത്തതിന്റെയും ഡോട്ട് കഴിഞ്ഞ് ഇ ആയതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് തന്നെ ആ പ്രൊഡക്ഷനെയും എഴുതിയത്. എന്താണ്? I0 കോമ ഇക്കകത്ത് തന്നെയാണ് അതിന്റെ ഗോ ടു ഫംഗ്ഷനും വരുന്നത്. ഗോ ടു ഫംഗ്ഷൻ എഴുതുക. ഈ തന്നിരിക്കുന്ന ഡോട്ട് പ്രോഡക്റ്റിനെ എങ്ങനെ? റൈറ്റിലോട്ട് ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്യുക. അപ്പം ഈ 2 പ്രൊഡക്ഷൻ ഇവിടെ എന്താണ്? പുതിയതായിട്ട് വന്ന പ്രൊഡക്ഷൻ ആണ്. ഇതിനകത്തൊന്നും ഇല്ലാത്ത പുതിയതായിട്ട് വന്ന പ്രൊഡക്ഷൻ ആണ്. സോ അതുകൊണ്ട് എന്ത് എഴുതി? ഡോട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പുതിയ പ്രൊഡക്ഷൻ ആയിട്ട് മാറും. അപ്പം പുതിയ പ്രൊഡക്ഷൻ ആയി കഴിഞ്ഞാൽ അത് ഞാൻ എന്തായിട്ട് എടുത്തു? നെക്സ്റ്റ് സ്റ്റേറ്റ് ആക്കി എടുത്തു. അപ്പൊ ഞാൻ അടുത്ത സ്റ്റേറ്റ് ഏതാ എടുത്തത്? I1 എന്ന് പറയുന്ന ഐറ്റം ആയിട്ട് തന്നെ എടുത്തു. അടുത്ത ഗോ ടു ഫംഗ്ഷൻ എഴുതേണ്ടത് ഏതിനാണ്? ഇതിനാണ്. അപ്പൊ എങ്ങനെ എഴുതും? ഗോ ടു ഫംഗ്ഷൻ ഓഫ് I0 കോമ ഡോട്ട് കഴിഞ്ഞ് ഇവിടെ എന്താ കിടക്കുന്നത്? ക്യാപിറ്റൽ ടി. സോ I0 കോമ ക്യാപിറ്റൽ ടി വരും. അപ്പം അതിന്റെ പ്രൊഡക്ഷൻ നമ്മൾ എങ്ങനെ എഴുതും? ഇ ടെൻസ് ടു ഡോട്ട് ടി എന്നുള്ള എന്തായിട്ട് മാറും? ടി ഡോട്ട് ആയിട്ട്. അടുത്ത നെക്സ്റ്റ് പ്രൊഡക്ഷനും അതേപോലെ തന്നെയാണ്. ഡോട്ട് കഴിഞ്ഞ് എന്തായിട്ടാ വരുന്നത്? ടി ആണ് വരുന്നത്. അപ്പൊ അതും നമുക്ക് ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്താം. I0 കോമ ടി. അത് റിപ്പീറ്റഡ് ആയിട്ട് എഴുതുന്നതിന് പകരം എന്താണ്? ഞാൻ ഇതിനകത്ത് തന്നെ ആ പ്രൊഡക്ഷൻ എഴുതിയത് ടി ടെൻസ് ടു ടി ഡോട്ട് സ്റ്റാർ എഫ്. അപ്പം അടുത്ത എന്തായിട്ട് മാറി? എന്റെ ഇതും 2 പുതിയ പ്രൊഡക്ഷൻ ആണ്. സോ എന്ത്? അടുത്ത എന്റെ രണ്ടാമത്തെ ഐറ്റം I2 ആയിട്ട് ഇതിനെ എടുത്തു. അപ്പൊ ഇനി 4 പ്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത 5ാമത്തെ പ്രൊഡക്ഷൻ ടി ടെൻസ് ടു ഡോട്ട് എഫ്. അതിന്റെ ഗോ ടു ഫംഗ്ഷൻ എങ്ങനെ എഴുതും? go to function of I0 കോമ ഡോട്ട് കഴിഞ്ഞ് ഇവിടെ എന്താ വരിക? എഫ്, ക്യാപിറ്റൽ എഫ്. അപ്പം അതിന്റെ പ്രൊഡക്ഷൻ എങ്ങനെ റീറൈറ്റ് ചെയ്യും? ടി ടെൻസ് ടു എഫ് ഡോട്ട്. ഓക്കെ, ഇനി അപ്പം ഇതും ഒരു പുതിയ പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ എന്തായിട്ട് എടുത്തു? അതിനെ I3 ആയിട്ട് എടുത്തു. നെക്സ്റ്റ് അടുത്ത പ്രൊഡക്ഷൻ ഏതാ? എഫ് ടെൻസ് ടു ഡോട്ട് ബ്രാക്കറ്റ് ഓഫ് ഇ. അപ്പൊ അതിന്റെ ഗോ ടു ഫംഗ്ഷൻ എങ്ങനെ എഴുതും? ഗോ ടു ഫംഗ്ഷൻ ഓഫ് I0 കോമ ഡോട്ട് കഴിഞ്ഞ് എന്താ വരുന്നത്? ഓപ്പൺ ബ്രാക്കറ്റ് ആണ് വരുന്നത്. അപ്പൊ എന്താ ഇവിടെ വരിക? ഓപ്പൺ ബ്രാക്കറ്റ്. അതിന്റെ ഫംഗ്ഷൻ പ്രൊഡക്ഷൻ എങ്ങനെ എഴുതും? എഫ് ടെൻസ് ടു ഓപ്പൺ ബ്രാക്കറ്റ് ഡോട്ട് ഇ ബ്രാക്കറ്റ് ക്ലോസ്. ഇനി ഇവിടെ നോക്കിക്കേ, ഡോട്ട് കഴിഞ്ഞ് എന്ത് വന്നിട്ടുണ്ട്? ഇവിടെ ഒന്നും ഡോട്ട് കഴിഞ്ഞ് വന്നത് എന്താണ്? ഇവിടെ ഡോട്ട് കഴിഞ്ഞ് വന്നത് പ്ലസ് ആണ്. അതൊരു ടെർമിനൽ ആണ്. സോ അവിടെ നമുക്കൊന്നും ചെയ്യണ്ട. ഇവിടെ ഡോട്ട് കഴിഞ്ഞ് വന്നത് സ്റ്റാർ ആണ്. അതും ടെർമിനൽ ആണ്. പിന്നെ ബാക്കിയുള്ളിടത്തൊന്നും ഡോട്ട് കഴിഞ്ഞ് വാല്യൂസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഡോട്ട് കഴിഞ്ഞ് നോൺ ടെർമിനൽ വരുന്നുണ്ട് എങ്കിൽ അവിടെ നമ്മൾ എന്തുകൂടി ആഡ് ചെയ്യണം?
അതിന്റെ ഇവിടെ ഡോട്ട് കഴിഞ്ഞ് എന്താ വന്നിരിക്കുന്നത്, ഈ ആണ് വന്നിരിക്കുന്നത്. അപ്പം ഈയുടെ ക്ലോഷർ ഓപ്പറേഷനും കൂടി നമ്മൾ എന്തിലേക്ക് ആഡ് ചെയ്യണം, ഈ ഐറ്റത്തിലേക്ക് ആഡ് ചെയ്യണം. ഇവിടുത്തെ ഈയുടെ ക്ലോഷർ ഓപ്പറേഷൻ എന്താ, ഇ ടെൻസ് ടു ഡോട്ട് ഇ പ്ലസ് ടിയും ഇ ടെൻസ് ടു ഡോട്ട് ടിയും. വീണ്ടും ഈ പ്രൊഡക്ഷനിൽ ഡോട്ട് കഴിഞ്ഞ് ഈ ആണ്, ഈയുടെ ക്ലോഷർ നമ്മൾ എഴുതി. അടുത്ത ഡോട്ട് കഴിഞ്ഞ് വീണ്ടും എന്ത് വന്നിട്ടുണ്ട്, നോൺ ടെർമിനൽ വന്നിട്ടുണ്ട് ടി. അപ്പം എന്ത് ചെയ്യണം, ടിയുടെ പ്രൊഡക്ഷൻ ക്ലോഷർ കൂടി ആഡ് ചെയ്യുക. ടി ടെൻസ് ടു ഡോട്ട് ടി സ്റ്റാർ എഫ്, ടി ടെൻസ് ടു ഡോട്ട് എഫ്. ഇവിടെയും വീണ്ടും എന്ത് വന്നിട്ടുണ്ട്, ഇവിടെയും വീണ്ടും എന്ത് വന്നിട്ടുണ്ട്, ഡോട്ട് കഴിഞ്ഞ് ക്യാപിറ്റൽ എഫ് വന്നിട്ടുണ്ട്. അപ്പം എഫിന്റെ ക്ലോഷർ ആഡ് ചെയ്യുക. എന്താ, എഫ് ടെൻസ് ടു ഡോട്ട് ബ്രാക്കറ്റ് ഓഫ് ഇ, എഫ് ടെൻസ് ടു ഡോട്ട് ഐ. ഇത്രയും കാര്യങ്ങൾ എന്തിൽ വന്നിട്ടുണ്ട്, ഈ ഒരൊറ്റ ഗോ ടു ഫംഗ്ഷനിൽ വന്നിട്ടുണ്ട്. അപ്പം ഇതും എന്താണ്, പുതിയൊരു ഐറ്റം ആണ്. കാരണം ഈ പ്രൊഡക്ഷൻ ഒന്നും നമ്മുടെ ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പൊ അതിനെ നമ്മൾ വീണ്ടും എന്തായിട്ട് എടുത്തു, I4 എന്ന് പറയുന്ന ഐറ്റം ആയിട്ട് എടുത്തു. ഇനി അടുത്തേ, അപ്പൊ ഇവിടെ വരെ ഉള്ളത് നമ്മൾ എടുത്തു I0യുടെ ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. എന്താ, എഫ് ടെൻസ് ടു ഡോട്ട് ഐ ഡി. അപ്പൊ ഇനി അതിന്റെ ഗോ ടു ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം, ഗോ ടു ഫംഗ്ഷൻ ഓഫ് I0, ഇവിടെ ഡോട്ട് കഴിഞ്ഞ് എന്താ വന്നിരിക്കുന്നത്, ഐ ഡി. അപ്പം I0, ഐ ഡി. അതിന്റെ പ്രൊഡക്ഷൻ എങ്ങനെ എഴുതും, എഫ് ടെൻസ് ടു ഐ ഡി ഡോട്ട് എന്ന് ആകും. അതും പുതിയ പ്രൊഡക്ഷൻ ആണ്. സോ അതിനെ എന്തായിട്ട് എഴുതി, I5 ആയിട്ട്. ഓക്കെ, അപ്പൊ നമ്മള് I0യിലെ എല്ലാ പ്രൊഡക്ഷന്റെയും എന്തെഴുതി, ഗോ ടു ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞു. ആ ഗോ ടു ഫംഗ്ഷനിൽ പുതിയ പ്രൊഡക്ഷൻ ആണ് കിട്ടുന്നത് എങ്കിൽ ആ പുതിയ പ്രൊഡക്ഷനിൽ നമ്മൾ അടുത്ത ഐ വാല്യൂ ആയിട്ട്, അടുത്ത സ്റ്റേറ്റ് വാല്യൂ ആയിട്ടാണ് അവിടെ എഴുതുക. ഇത്രയും ക്ലിയർ ആയോ, ഗോ ടു ഫംഗ്ഷൻ എഴുതിയത് വരെ? I0യുടെ ഗോ ടു ഫംഗ്ഷൻ എഴുതിയത് ക്ലിയർ ആയോ? ചെയ്ത് നോക്കണം, ചെയ്തു പോകുന്നതായിരിക്കും നല്ലത്. പറ്റുമെങ്കിൽ അല്ലേ നോക്കിയിരിക്കത്തതേ ഉള്ളു. ഇപ്പോൾ കേൾക്കുമ്പം മനസ്സിലാവും, അത് കഴിയുമ്പോ വീണ്ടും പോകും. ഇനി അടുത്ത, അപ്പൊ I0യുടെ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത ഗോ ടു ഫംഗ്ഷൻ എഴുതേണ്ട ആരുടെയാണ്, I1 ഐറ്റത്തിന്റെ ഗോ ടു ഫംഗ്ഷൻ ആണ്. I1 ഐറ്റത്തിന്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ ഏതാണ്, ഇതാണ്. അപ്പം ഇതിന്റെ ഗോ ടു ഫംഗ്ഷൻ എങ്ങനെ എഴുതാം, ഗോ ടു ഫംഗ്ഷൻ ഓഫ് I1, ഇവിടെ ഡോട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ, ഉണ്ടോ? ഡോട്ട് കഴിഞ്ഞ് എന്തെങ്കിലും വാല്യൂ വരുന്നുണ്ടോ? ഇല്ല. സോ നമുക്ക് അവിടെ എന്ത് എഴുതണ്ട, ഈ പ്രൊഡക്ഷന് ഗോ ടു ഫംഗ്ഷൻ എഴുതേണ്ട ആവശ്യം. അപ്പൊ ഇനി നെക്സ്റ്റ് അടുത്ത പ്രൊഡക്ഷൻ നോക്കാം. I1ന്റെ തന്നെ അടുത്ത പ്രൊഡക്ഷൻ, ഗോ ടു ഫംഗ്ഷൻ ഓഫ് I1, ഇവിടെ എന്താ വരുന്നത്, ഡോട്ട് കഴിഞ്ഞ് എന്താ വരിക, പ്ലസ്. അപ്പം I1, പ്ലസ് എന്നായി. നെക്സ്റ്റ് അതിനെ എങ്ങനെ റീറൈറ്റ് ചെയ്യും, E tends to E plus dot T എന്നാവും. ഇവിടെ നോക്കിക്കേ, ഡോട്ട് കഴിഞ്ഞ് എന്താ വന്നിരിക്കുന്നത്, നോൺ ടെർമിനൽ ആണ് വന്നിരിക്കുന്നത്. സോ നോൺ ടെർമിനലിന്റെ എന്ത് എഴുതണം, ക്ലോഷർ എഴുതണം. ടിയുടെ ക്ലോഷർ എന്താ, T tends to dot T star F, T tends to dot F. വീണ്ടും ഡോട്ട് കഴിഞ്ഞ് നോൺ ടെർമിനൽ വന്നു. സോ എഫിന്റെ ക്ലോഷർ എഴുതി, എഫ് ടെൻസ് ടു ഡോട്ട് ഓഫ് ബ്രാക്കറ്റ് ഇ, എഫ് ടെൻസ് ടു ഡോട്ട് ഓഫ് ഐ ഡി. അപ്പം നോക്കി, ഇതും എന്താണ്,
പുതിയ ഒരു പ്രൊഡക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ ഇ ടെൻസ് ടു ഇ പ്ലസ് ഡോട്ട് ടി എന്നുള്ളത് ഒരു പുതിയ പ്രൊഡക്ഷൻ ആണ്. സോ അവിടെ അതിനെ നമ്മൾ അടുത്ത ഐറ്റം ആയിട്ട് എഴുതി എന്താ I6 ആയിട്ട് എടുത്തു. ഇനി നെക്സ്റ്റ് അപ്പം I1ന്റെ രണ്ട് പ്രൊഡക്ഷന്റെയും നമ്മൾ എന്ത് എഴുതി കഴിഞ്ഞു? ഗോ ടു ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞു. അടുത്ത നെക്സ്റ്റ് എഴുതുന്നത് I2ൻ്റെത്. I2ന്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ എൻഡില് ഡോട്ട് വരുന്നു. സോ അതിന്റെ ഗോ ടു ഫംഗ്ഷൻ അവിടെ എന്ത് എഴുതണ്ട, ചെയ്യേണ്ട കാര്യം ഇല്ല. നെക്സ്റ്റ് I2ന്റെ പ്രൊഡക്ഷൻ ഏതാ? T ടെൻസ് ടു T ഡോട്ട് സ്റ്റാർ എഫ്. അപ്പൊ അതിന്റെ ഗോ ടു ഫംഗ്ഷൻ നമുക്ക് എഴുതണം. എങ്ങനെ എഴുതുക? ഗോ ടു ഫംഗ്ഷൻ ഓഫ് I2 ഡോട്ട് കഴിഞ്ഞ് അവിടെ എന്താ വരിക? സ്റ്റാർ. അപ്പം I2 സ്റ്റാർ. പ്രൊഡക്ഷനെ എങ്ങനെ റീറൈറ്റ് ചെയ്യും? T ടെൻസ് ടു T സ്റ്റാർ ഡോട്ട് എഫ്. ഇവിടെ ഡോട്ട് കഴിഞ്ഞ് എന്ത് വന്നു? നോൺ ടെർമിനൽ വന്നു. സോ നോൺ ടെർമിനലിന്റെ ക്ലോഷർ എഴുതി എന്താ? F ടെൻസ് ടു ബ്രാക്കറ്റ് ഓഫ് ഡോട്ട് ബ്രാക്കറ്റ് ഓഫ് E F ടെൻസ് ടു ഡോട്ട് I. അപ്പൊ നമ്മുടെ അടുത്ത പ്രൊഡക്ഷൻ ആയി എന്താ? I2 സ്റ്റാർ. അടുത്ത ഇത് നോക്കിയാൽ ഇതും പുതിയ പ്രൊഡക്ഷൻ അല്ലേ? അപ്പൊ എങ്ങനെ എഴുതും അതിനെ? I7 എന്ന് എഴുതും. ഇനി അടുത്ത അപ്പൊ I2ന്റെ രണ്ട് പ്രൊഡക്ഷന്റെയും ഗോ ടു ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത മൂന്നാമത്തെ I3യുടെ ഇവിടെ എഴുതേണ്ട ആവശ്യമുണ്ടോ? കാരണം ഇല്ല. എഫ് കഴിഞ്ഞ് ഡോട്ട് കഴിഞ്ഞ് പ്രോഡക്റ്റ് ഒന്നും വന്നിട്ടില്ല, വാല്യൂ ഒന്നും വന്നിട്ടില്ല. സോ അതിന്റെ ഗോ ടു ഫംഗ്ഷൻ, ആ പ്രൊഡക്ഷന്റെ ഗോ ടു ഫംഗ്ഷൻ എഴുതേണ്ട ആവശ്യം ഇല്ല. അടുത്ത I4 ഐറ്റംസിലേക്ക് പോകാം. I4 ഐറ്റംസ് നോക്കിക്കേ എഴുതണം. I4ന്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ എങ്ങനെ എഴുതുക? ഗോ ടു ഫംഗ്ഷൻ ഓഫ് I4 ഡോട്ട് കഴിഞ്ഞാൽ എന്താ വന്നിരിക്കുന്നത്? E. സോ I4 E ആവും. അതിന്റെ പ്രൊഡക്ഷൻ എങ്ങനെ എഴുതും? F ടെൻസ് ടു ബ്രാക്കറ്റ് ഓഫ് E ഡോട്ട് ബ്രാക്കറ്റ് ക്ലോസ്. അതും എന്താണ്? അടുത്ത നോക്കിക്കേ, ഇവിടെയും വന്നിരിക്കുന്നത് എന്താ? I4 ഡോട്ട് കഴിഞ്ഞ് E ആണ് വന്നിരിക്കുന്നത്. അപ്പം ഈ പ്രൊഡക്ഷനും കൂടെ നമുക്ക് എന്തിൽ ആഡ് ചെയ്യാം? ഈ ഗോ ടു ഫംഗ്ഷനിൽ ആഡ് ചെയ്യാം. എങ്ങനെ എഴുതും? E ടെൻസ് ടു E ഡോട്ട് പ്ലസ് T എന്ന്. അപ്പൊ ഇത് രണ്ടും എന്താണ്? പുതിയ പ്രൊഡക്ഷൻ വരുന്നതാണ്, പുതിയ ഐറ്റത്തിൽ വരുന്നതാണ്. സോ അതിനെ എന്തെഴുതി? I8 എന്ന്. ഇനി അടുത്ത I4ന്റെ അടുത്തത് എന്താ വരുന്നത്? ഈ പ്രൊഡക്ഷൻ E ടെൻസ് ടു ഡോട്ട് Tയുടേത്. എങ്ങനെ എഴുതുക? ഗോ ടു ഫംഗ്ഷൻ ഓഫ് I4 T ഡോട്ട് കഴിഞ്ഞ് എന്താ വരുന്നത്? T. അപ്പം I4 T. സോ പ്രൊഡക്ഷൻ എങ്ങനെ വരും? E ടെൻസ് ടു T ഡോട്ട് എന്നാകും. അതേപോലെ തന്നെയാണ് ഇവിടെ ഈ പ്രൊഡക്ഷന്റെയും ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാം. ഡോട്ട് കഴിഞ്ഞ് ക്യാപിറ്റൽ T വരുന്നത് കൊണ്ട് എങ്ങനെയാ? T ടെൻസ് ടു T ഡോട്ട് സ്റ്റാർ F. നോക്കിക്കേ, ഈ രണ്ട് പ്രൊഡക്ഷൻ നോക്കിക്കേ. E ടെൻസ് ടു T ഡോട്ടും T ടെൻസ് ടു T ഡോട്ട് സ്റ്റാർ എഫും ഓൾറെഡി നമുക്ക് ആ രണ്ട് പ്രൊഡക്ഷൻ വന്നിട്ടുണ്ട്. എവിടെയാന്ന് നോക്കിക്കേ? I2ന്റെ പ്രൊഡക്ഷൻ നോക്കിയേ. E ടെൻസ് ടു T ഡോട്ടും T ടെൻസ് ടു T സ്റ്റാർ ഡോട്ട് എഫുമാണ്. സെയിം പ്രൊഡക്ഷൻ ആണ് അവിടെ എന്ത് വന്നിരിക്കുന്നത്? ഇത് ചെയ്തപ്പോൾ ഗോ ടു ചെയ്തപ്പോൾ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനെ ഒരു പുതിയ പ്രൊഡക്ഷൻ ആയിട്ട് ഐറ്റം ആയിട്ട് എഴുതേണ്ടതാണ്. അത് എന്ത് തന്നെ എഴുതാം? I2 തന്നെ നമുക്ക് റിപ്പീറ്റ് അവിടെ എഴുതാം. പുതിയ ആൾക്കാർ വരികയാണ് എങ്കിൽ മാത്രമാണ് നമ്മൾ പുതിയ ഓരോരോ പ്രൊഡക്ഷൻ ആയിട്ട് ഐറ്റം ആയിട്ട് എഴുതി പോകുന്നത്. അല്ലെങ്കിൽ പഴയത് ഇവിടെ ഏതെങ്കിലും പ്രൊഡക്ഷൻ അതേപോലെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് എങ്കിൽ
നമുക്ക് അത് തന്നെ എടുത്തെഴുതാം. അപ്പൊ ഇവിടെ I2-ല് അതേപോലെ റിപ്പീറ്റ് വന്നേക്കുവാണ്, അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി? അത് തന്നെ എഴുതി. അടുത്ത പ്രൊഡക്ഷൻ ഏതാ? T tends to dot F. അപ്പൊ അതിന്റെ ഗോ ടു ഫംഗ്ഷൻ എങ്ങനെ എഴുതും? ഗോ ടു ഫംഗ്ഷൻ ഓഫ് I4, F. എങ്ങനെ വരും അതിന്റെ പ്രൊഡക്ഷൻ? T tends to F dot. അതും റിപ്പീറ്റഡ് ആണ് അല്ലെ? T tends to F dot എന്ന് പറയുന്നത് I3-ൽ ഓൾറെഡി വന്നിട്ടുണ്ട്. സോ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? I3 എന്ന് എഴുതാം. അടുത്ത നെക്സ്റ്റ് അടുത്ത ഗോ ടു ഫംഗ്ഷൻ ഏതിന്റെയാ? ഇതിന്റെ ഗോ ടു ഫംഗ്ഷൻ ആണ് എഴുതണ്ടേ. എങ്ങനെ എഴുതും? ഗോ ടു ഫംഗ്ഷൻ ഓഫ് I4, ഓപ്പൺ ബ്രാക്കറ്റ്. അതിനെങ്ങനെ പ്രൊഡക്ഷൻ എഴുതുക? F tends to ബ്രാക്കറ്റ് ഡോട്ട് E ബ്രാക്കറ്റ് ക്ലോസ്. നോക്കിയേ, ഡോട്ട് കഴിഞ്ഞ് എന്ത് വന്നു? നോൺ ടെർമിനൽ വന്നു. സോ നമ്മൾ എന്ത് എഴുതി? ഈയുടെ ക്ലോഷർ എഴുതി. ഈയുടെ ക്ലോഷർ എന്താ? E tends to dot E plus T. E tends to dot T. ഇവിടെ വീണ്ടും ഡോട്ട് കഴിഞ്ഞ് ക്യാപിറ്റൽ T വന്നു. സോ ടിയുടെ എഴുതി ക്ലോഷർ എന്താ? T tends to dot T star F. T tends to dot F. അടുത്ത ഡോട്ട് കഴിഞ്ഞ് F വന്നു. സോ എഫിന്റെ ക്ലോഷർ എഴുതി. F tends to dot ബ്രാക്കറ്റ് ഓഫ് E. F tends to dot ID. ഓക്കെ, ഇത് എവിടെയെങ്കിലും റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ? നമ്മുടെ I4-ൽ കിടക്കുന്ന ഐറ്റംസ് നോക്കിക്കേ. ഈ ഐറ്റംസ് തന്നെയല്ലേ ഇവിടെ റിപ്പീറ്റ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? I4 തന്നെ ഇവിടെ മാർക്ക് ചെയ്യാം. ഇനി I4-ന്റെ ഒരു പ്രൊഡക്ഷൻ കൂടെ നമുക്ക് എഴുതാനുണ്ട്. അടുത്ത നമുക്ക് എഴുതേണ്ട ഗോ ടു ഫംഗ്ഷൻ എന്താണ്? F tends to, ഇതിന്റെ എഴുതേണ്ട F tends to dot ID-യുടെ. അപ്പൊ എങ്ങനെ ഗോ ടു ഫംഗ്ഷൻ അതിന്റെ എഴുതുന്നത്? ഗോ ടു ഫംഗ്ഷൻ ഓഫ് I4, ID. അതിന്റെ പ്രൊഡക്ഷൻ എങ്ങനെ എഴുതും? F tends to ID ഡോട്ട് എന്നാവും. F tends to ID ഡോട്ട് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്. ഏതിനകത്താ വന്നിരിക്കുന്നത്? ഇവിടെ I5-നകത്ത് F tends to ID ഡോട്ട് എന്ന് പറയുന്ന വന്നിരിക്കുന്നത് അല്ലെ? സോ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? I5 തന്നെ എഴുതാം. അപ്പം I4-ന്റെ പ്രൊഡക്ഷന്റെ എല്ലാം ഗോ ടു ഫംഗ്ഷൻ എഴുതി നമ്മൾ കഴിഞ്ഞു. ഇനി നോക്കിയാൽ I5-ന്റെ അവിടെ എഴുതേണ്ട ആവശ്യമില്ല, ID ഡോട്ട് ആണ്. ഡോട്ട് കഴിഞ്ഞ് അവിടെ വാല്യൂ ഒന്നും വന്നിട്ടില്ല. സോ I5-ന്റെ ഗോ ടു ഫംഗ്ഷൻ എഴുതണ്ട. ഇനി I6-ന്റെ പ്രൊഡക്ഷന്റെ നോക്കാം. I6-ന്റെ പ്രൊഡക്ഷൻ ഫസ്റ്റ് പ്രൊഡക്ഷൻ ഏതാ വന്നിരിക്കുന്നത്? ഡോട്ട് E tends to E plus dot T. അപ്പൊ അതിന്റെ ഗോ ടു ഫംഗ്ഷൻ എങ്ങനെ എഴുതും? ഗോ ടു ഫംഗ്ഷൻ ഓഫ് I6, ഡോട്ട് കഴിഞ്ഞ് എന്താ വന്നിരിക്കുന്നത്? T. സോ അതിന്റെ പ്രൊഡക്ഷൻ എങ്ങനെ എഴുതും? E tends to E plus
ടി ഡോട്ട് എന്നാകും. അടുത്ത പ്രൊഡക്ഷനും ഇത് തന്നെയാണ് വരുന്നത്, കാരണം ഡോട്ട് കഴിഞ്ഞ് ടി ആണ് വരുന്നത്. സോ ആ പ്രൊഡക്ഷൻ എങ്ങനെ എഴുതാം? ടി ടെൻസ് ടു ടി ഡോട്ട് സ്റ്റാർ എഫ്. ഓക്കെ, ഇത് നോക്കിയേ, ഇ പ്ലസ് ടി ഡോട്ടും ഇത് പുതിയ പ്രൊഡക്ഷൻസ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ I8 വരെ അല്ലേ എഴുതിയിരുന്നത്. അപ്പൊ ഇനി അടുത്ത പുതിയ പ്രൊഡക്ഷൻ എങ്ങനെ എഴുതാം? I9 എന്ന് എഴുതാം. അടുത്ത പ്രൊഡക്ഷൻ ഏതാ? ഈ പ്രൊഡക്ഷന്റെ എഴുതേണ്ടത് എങ്ങനെയാ ഗോ ടു ഫംഗ്ഷൻ വരുന്നത്? ഗോ ടു ഫംഗ്ഷൻ ഓഫ് I6, F. എങ്ങനെ എഴുതും പ്രൊഡക്ഷൻ? ടി ടെൻസ് ടു എഫ് ഡോട്ട് എന്നാകും പ്രൊഡക്ഷൻ. ടി ടെൻസ് ടു എഫ് ഡോട്ട് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഓൾറെഡി ഉണ്ട്. എവിടെയാ? I3. സോ അതിനെ നമ്മൾ എന്തെന്ന് എഴുതി? I3 എന്ന് എഴുതി. ഇനി അടുത്ത പ്രൊഡക്ഷൻ നോക്കിക്കേ, ഏതാ? ഗോ ടു ഫംഗ്ഷൻ ഓഫ് I6, ഓപ്പൺ ബ്രാക്കറ്റ്. അതിന്റെ എങ്ങനെയാ വരുന്നത് നോക്കിയേ? എഫ് ടെൻസ് ടു ബ്രാക്കറ്റ് ഓപ്പൺ ഡോട്ട് ഇ ബ്രാക്കറ്റ് ക്ലോസ്. അവിടെ ഡോട്ട് കഴിഞ്ഞ് നോൺ ടെർമിനൽ വന്നു. സോ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് എന്ത് എഴുതി? ഇയുടെ ക്ലോഷർ. ഇയുടെ ക്ലോഷർ എന്താ? ഇ ടെൻസ് ടു ഡോട്ട് ഇ പ്ലസ് ടി, ഇ ടെൻസ് ടു ഡോട്ട് ടി. ഡോട്ട് കഴിഞ്ഞ് വീണ്ടും നോൺ ടെർമിനൽ വന്നു. സോ ടി ടെൻസ് ടു ഡോട്ട് ടി സ്റ്റാർ എഫ്, ടി ടെൻസ് ടു ഡോട്ട് എഫ്. ഡോട്ട് കഴിഞ്ഞ് വീണ്ടും ക്യാപിറ്റൽ എഫ് വന്നു. സോ എഫിന്റെ ക്ലോഷർ എഫ് ടെൻസ് ടു ബ്രാക്കറ്റ് ഓഫ് ഇ, എഫ് ടെൻസ് ടു ഡോട്ട് ഐ. ഈ പ്രൊഡക്ഷൻ എവിടെയെങ്കിലും റിപ്പീറ്റ് വരുന്നുണ്ടോ? I6, ഓപ്പൺ ബ്രാക്കറ്റിന്റെ I4 തന്നെയാണ് വീണ്ടും ഇവിടെ എന്തായിട്ട് വന്നേക്കുന്നത്? റിപ്പീറ്റ് ആയിട്ട് വന്നേക്കുന്നത്. സോ അവിടെ നമുക്ക് എന്തെന്ന് എഴുതാം? I4 എന്ന് എഴുതാം. അടുത്ത ഗോ ടു ഫംഗ്ഷൻ ഏതിന്റെയാ? ഇതിന്റെ ഗോ ടു ഫംഗ്ഷൻ എങ്ങനെ വരും? ഗോ ടു ഓഫ് I6, ID. പ്രൊഡക്ഷൻ എങ്ങനെ എഴുതുക? എഫ് ടെൻസ് ടു ID ഡോട്ട്. ഓൾറെഡി ഉള്ള പ്രൊഡക്ഷൻ ആണ്. എഫ് ടെൻസ് ടു ID ഡോട്ട് ഏതാ? I5. സോ അതിനെ എന്തെന്ന് എഴുതി? I5 എന്ന് എഴുതി. അപ്പം I6-ൻ്റെതെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത I7-ൻ്റെത്. അടുത്ത I7-ന്റെ ഗോ ടു ഫംഗ്ഷൻ നോക്കിക്കേ. ഇതിന്റെ ഈ പ്രൊഡക്ഷനെ നോക്കാം. ഗോ ടു ഫംഗ്ഷൻ ഓഫ് I7, F. എങ്ങനെ എഴുതും? ടി ടെൻസ് ടു ടി സ്റ്റാർ എഫ് ഡോട്ട് എന്നാകും പ്രൊഡക്ഷൻ. അത് നോക്കിക്കേ, അത് പുതിയ പ്രൊഡക്ഷൻ ആണോ? അത് പുതിയ പ്രൊഡക്ഷൻ ആയിട്ടാണ് വരുന്നത്. സോ അതിനെ നമ്മൾ പുതിയ പ്രൊഡക്ഷന്റെ എഴുതും. എന്താ? I10. I9 വരെ ആയിരുന്നു നേരത്തെ എഴുതിയിരുന്നത്. അപ്പൊ ഇനി അത് പുതിയ പ്രൊഡക്ഷൻ I10. അടുത്ത നെക്സ്റ്റ് I7-ൻ്റെത്. അടുത്ത ഗോ ടു ഫംഗ്ഷൻ ഓഫ് I7, ഓപ്പൺ ബ്രാക്കറ്റ്. അതെന്താ വരിക? എഫ് ടെൻസ് ടു ഓപ്പൺ ബ്രാക്കറ്റ് ഡോട്ട് ഇ ക്ലോസ് ബ്രാക്കറ്റ്. ഡോട്ട് ഇ വന്നതുകൊണ്ട് ഇയുടെ ക്ലോഷർ എന്താ? ഇ ടെൻസ് ടു ഡോട്ട് ഇ പ്ലസ് ടി, ഇ ടെൻസ് ടു ഡോട്ട് ടി, ഇ ടെൻസ് ടു ഡോട്ട് ടി. ഡോട്ട് ടി വന്നതുകൊണ്ട് ടിയുടെ ക്ലോഷർ എന്താ? ടി ടെൻസ് ടു ഡോട്ട് ടി സ്റ്റാർ എഫ്, ടി ടെൻസ് ടു ഡോട്ട് എഫ്. എഫ് വന്നതുകൊണ്ട് എഫിന്റെ ക്ലോഷർ
f_dot_id. ഇത് റിപ്പീറ്റഡ് ആണ്. ഏത് I4ന്റെ റിപ്പീറ്റഡ് ആണ്. സോ അതിനെ എന്തെന്ന് എഴുതി? I4 എന്ന് എഴുതി. അടുത്ത I7ന്റെ പ്രൊഡക്ഷൻ ഏതാണ്? ഇത്. അതിന്റെ ഗോ ടു ഫംഗ്ഷൻ എങ്ങനെയാ വരുന്നത്? ഗോ ടു ഫംഗ്ഷൻ ഓഫ് I7, ID. പ്രൊഡക്ഷൻ എങ്ങനെ വരും? f_id ഡോട്ട്. അത് എത്രാമത്തെ? I5 തന്നെ റിപ്പീറ്റ് വരുന്നതാണ്. സോ I7ന്റെ എല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി നോക്കിയേ I8ന്റെ. അടുത്ത I8ന്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ ഏതാ വന്നിരിക്കുന്നത്? നോക്കിക്കേ. ഗോ ടു ഫംഗ്ഷൻ ഓഫ് I8, അവിടെ ഡോട്ട് കഴിഞ്ഞ് എന്താ വന്നിരിക്കുന്നത്? ക്ലോസ്ഡ് ബ്രാക്കറ്റ്. അപ്പൊ I8, ക്ലോസ്ഡ് ബ്രാക്കറ്റ്. പ്രൊഡക്ഷൻ എങ്ങനെ വരും? f_to ബ്രാക്കറ്റ് E ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഡോട്ട്. അത് പുതിയ പ്രൊഡക്ഷൻ ആണ്. സോ അതിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? I11 എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പം I8ന്റെ ആദ്യത്തെ കഴിഞ്ഞു. ഇനി I8ന്റെ അടുത്ത പ്രൊഡക്ഷൻ ഏതാണ്? ഈ പ്രൊഡക്ഷൻ. I8ന്റെ അടുത്ത പ്രൊഡക്ഷൻ എങ്ങനെ എഴുതും? ഗോ ടു ഫംഗ്ഷൻ ഓഫ് I8, ഡോട്ട് കഴിഞ്ഞ് അവിടെ വരുന്നത് പ്ലസ് ആണ്. സോ അവിടെ പ്ലസ് എഴുതി. അതിന്റെ പ്രൊഡക്ഷൻ എങ്ങനെ വരും? E_to E പ്ലസ് ഡോട്ട് T എന്ന് വരും. ഡോട്ട് കഴിഞ്ഞ് T വന്നതുകൊണ്ട് Tയുടെ ക്ലോഷർ വരും. T_to ഡോട്ട് T*F T_to ഡോട്ട് F. ഡോട്ട് കഴിഞ്ഞ് F വന്നതുകൊണ്ട് Fൻ്റെത് വരും എന്താ? f_to ഡോട്ട് ബ്രാക്കറ്റ് ഓഫ് E f_to ഡോട്ട് ID. ഇത് ഓൾറെഡി വന്നിട്ടുള്ളതാണ്. ഈ പ്രൊഡക്ഷൻ ഓൾറെഡി I6ൽ വന്നിട്ടുള്ളതാണ് റിപ്പീറ്റ് ആയിട്ട്. സോ അതിനെ നമുക്ക് എവിടെ എഴുതാം? എന്തെന്ന് എഴുതാം? ഇവിടെ I6 എന്ന് റിപ്പീറ്റ് ആയിട്ട് എഴുതാം. ഇനി അടുത്ത. അപ്പൊ I8ന്റെ കഴിഞ്ഞു. ഇനി I9ന്റെ നോക്കാം. I2 ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. I3 ചെയ്ത് കഴിഞ്ഞതാണ്. I4 ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി I8 കഴിഞ്ഞ് I9ന്റെ എന്തേ? ഇവിടെ I5 ചെയ്ത് കഴിഞ്ഞാൽ ഇനി I9ന്റെ പ്രൊഡക്റ്റ് നോക്കാം. ഇവിടെ ആദ്യത്തെ കഴിഞ്ഞ് ഡോട്ടാ വന്നേക്കുന്നത്. സോ അതിന്റെ ഗോ ടു ഫംഗ്ഷൻ എഴുതണ്ടാണ്. ഇതിന്റെ ഫംഗ്ഷൻ എഴുതാം. T_to T ഡോട്ട് സ്റ്റാർ Fന്റെ ഗോ ടു ഫംഗ്ഷൻ. അതിന്റെ ഗോ ടു ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? ഗോ ടു ഫംഗ്ഷൻ ഓഫ് I9, അവിടെ ഡോട്ട് കഴിഞ്ഞ് വരുന്നത് സ്റ്റാർ ആണ്. സോ I9, സ്റ്റാർ എന്ന് എഴുതാം. അതിന്റെ പ്രൊഡക്ഷൻ വരുന്നത് T_to T സ്റ്റാർ ഡോട്ട് F. ഡോട്ട് കഴിഞ്ഞ് F വന്നതുകൊണ്ട് Fന്റെ ക്ലോഷർ എഴുതാം. f_to ഡോട്ട് ബ്രാക്കറ്റ് ഓഫ് E f_to ഡോട്ട് ID. ഇതും ഓൾറെഡി വന്നിട്ടുള്ള പ്രൊഡക്ഷൻ ആണ് I7. സോ അതും നമ്മൾ എഴുതി. അപ്പം I9ന്റെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനിയുള്ളത് I10 ചെക്ക് ചെയ്യാം. I10-നകത്ത് നോക്കിക്കേ. I10-ന് എഴുതേണ്ട ആവശ്യമില്ല. കാരണം F കഴിഞ്ഞ് അവിടെ എന്താ ഡോട്ട് കഴിഞ്ഞ് അവിടെ വാല്യൂ വന്നിട്ടില്ല. അടുത്ത I11 നോക്കാം.
I11ന്റെയും അവിടെ എഴുതേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ഡോട്ട് പ്രോഡക്റ്റ് കഴിഞ്ഞ അവിടെ വാല്യൂ വന്നിട്ടില്ല. സോ നമ്മളുടെ ഗോ ടു ഫങ്ഷൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു? കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എന്ത് വരയ്ക്കേണ്ടത്? നമ്മുടെ DFA ഡയഗ്രാം വരയ്ക്കേണ്ടത്. ഡയഗ്രാം വരച്ചിട്ടാണ് നമുക്ക് എന്ത് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്? ടേബിള് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഡയഗ്രത്തിലേക്ക് പോകാം. ആരേലും നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു? നിനക്കൊന്നുമില്ല, പോയല്ല. രണ്ടുപേരിൽ അവശേഷിച്ചു. ഡയഗ്രാം വരയ്ക്കാൻ പോവാ. എഴുതുന്നുണ്ടായിരുന്നോ വല്ലോ? നോക്കിക്കേ, ആദ്യത്തെ നമ്മുടെ ഐറ്റം അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, നമ്മളിവിടെ സ്റ്റേറ്റ് DFAയിൽ സ്റ്റേറ്റ് ആയിട്ട് എഴുതുന്ന ഈ കാര്യങ്ങളാണ്. എന്താണ്? ഇത് I0, I1, I2, I3, I4 ഈ സാധനങ്ങളാണ് നമ്മൾ സ്റ്റേറ്റുകളായിട്ട് എഴുതുന്നത്. ഇനിയും അവിടെ ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റേറ്റ് വരുന്നത് I0 ആണ്. ഈ I0യുടെ ഓരോ ഗോ ടു ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഡയഗ്രാം വരയ്ക്കുക. ഓക്കെ, ഇവിടെ ഗോ ടു ഫംഗ്ഷൻ ഓഫ് I0, E എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? I0യിൽ നിന്ന് നമ്മൾ DFA വരയ്ക്കുമ്പോൾ ട്രാൻസിഷൻ ഫംഗ്ഷന്റെ സെയിം ഫംഗ്ഷൻ ആണ് നമ്മൾ ഗോ ടു ഉപയോഗിക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. I0 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് E എന്ന് പറയുന്ന സിമ്പല് പാസ് ചെയ്യുമ്പോൾ എങ്ങോട്ട് പോകും? I1ലേക്ക് പോകും. ഓക്കെ, I0യിൽ നിന്ന് E എന്ന് പറയുന്ന നോൺ ടെർമിനൽ പാസ് ചെയ്യുമ്പോൾ I1ലേക്ക് പോകും. I0യിൽ നിന്ന് T എന്ന് പറയുന്ന നോൺ ടെർമിനൽ പോകുമ്പോൾ I2ലേക്ക് പോകും. I0യിൽ നിന്ന് F എന്ന് പറയുന്ന നോൺ ടെർമിനൽ പോകുമ്പോൾ എങ്ങോട്ട് പോകും? I3ലേക്ക് പോകും. I0യിൽ നിന്ന് ഓപ്പൺ ബ്രാക്കറ്റ് എന്ന് പറയുന്ന ടെർമിനൽ പാസ് ചെയ്യുമ്പോൾ I4ലേക്ക് പോകും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? ഡയഗ്രാം വരയ്ക്കുന്നത്. അപ്പൊ ഞാൻ ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഈ ഗോ ടു ഫംഗ്ഷൻ വെച്ചിട്ട് അങ്ങ് വരച്ചാൽ മതി. ആദ്യത്തെ നമ്മുടെ സ്റ്റേറ്റ് I0 എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റേറ്റ്. I0യിൽ നിന്ന് ഫസ്റ്റ് ഗോ ടു ഫംഗ്ഷൻ നമ്മൾ എഴുതിയത് എങ്ങനെയായിരുന്നു? ക്യാപിറ്റൽ E എന്ന് പറയുന്ന നോൺ ടെർമിനൽ. അത് പോകുന്നത് എങ്ങോട്ടാണ്? I1ലേക്കാണ് പോവുക. അടുത്ത I0യിൽ നിന്ന് നെക്സ്റ്റ് പാസ് ചെയ്യുന്നത് T എന്ന് പറയുന്ന നോൺ ടെർമിനൽ. അത് പാസ് ചെയ്യുന്നത് I2ലേക്കാണ് പാസ് ചെയ്യുക. അടുത്ത I0യിൽ നിന്ന് നെക്സ്റ്റ് പാസ് ചെയ്യുന്നത് F എന്ന് പറയുന്ന നോൺ ടെർമിനൽ. അത് പോകുന്നത് I3ലേക്കാണ്. I0യിൽ നിന്ന് നെക്സ്റ്റ് പാസ് ചെയ്യുന്നത് ഓപ്പൺ ബ്രാക്കറ്റ് എന്ന് പറയുന്ന ടെർമിനൽ. അത് പോകുന്നത് I4ലേക്ക് ആണ്. അടുത്ത നെക്സ്റ്റ് I0യിൽ നിന്ന് പോകുന്നത് ID എന്ന് പറയുന്ന ടെർമിനൽ. അത് പോകുന്നത് I5ലേക്ക് ആണ്. അപ്പം I0യുടെ ഗോ ടു ഫംഗ്ഷൻ വെച്ചിട്ടുള്ളത് നമ്മൾ എന്ത് എഴുതി കഴിഞ്ഞു? ഓക്കെ, I0, ID വരെയുള്ളത് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത I1ന്റെ വെച്ചിട്ട് I1ൽ നിന്ന് നോക്കിക്കുക. I1ൽ നിന്ന് പ്ലസ് പാസ് ചെയ്യുമ്പോൾ I6ലേക്ക് പോകും. I2ൽ നിന്ന് I1ൽ നിന്ന് വേറെ ഒന്നും വന്നിട്ടില്ല. I2ൽ നിന്ന് പാസ് ചെയ്യുമ്പോൾ സ്റ്റാർ പാസ് ചെയ്യുമ്പോൾ I7ലേക്ക് പോകും. I4ൽ നിന്ന് E പാസ് ചെയ്യുമ്പോൾ I8ലേക്ക് പോകും. ഇങ്ങനെയാണ് നമ്മൾ ഡയഗ്രാം വരയ്ക്കുന്നത്. അപ്പൊ ഞാൻ
ഡയഗ്രാം ജസ്റ്റ് വരച്ചു പോകാം, സ്ക്രോൾ ചെയ്ത് മാറ്റാൻ പാടാം. അടുത്ത I1 നിന്നുള്ളത് ഒരെണ്ണവേ ഉള്ളൂ. ഏതാണ്? പ്ലസ്. I1 നിന്ന് പ്ലസ് പാസ് ചെയ്യുമ്പോൾ എങ്ങോട്ട് പോകും? I6 പോകും. അടുത്ത I2 നിന്ന് സ്റ്റാർ പാസ് ചെയ്യുമ്പോൾ പോകുന്നത് I7 പോകും. അടുത്ത I3 നിന്നൊന്നുമില്ല, I4 നിന്ന് ഈ പാസ് ചെയ്യുമ്പോൾ I8 പോകും. I4 നിന്ന് തന്നെ ക്യാപിറ്റൽ T പാസ് ചെയ്യുമ്പോൾ, ഓൾറെഡി ക്യാപിറ്റൽ T പാസ് ചെയ്യുമ്പോൾ I2 അതായത് ഇങ്ങോട്ടാണ് ഡയഗ്രാം ആരോ മാർക്ക് വരയ്ക്കേണ്ടത്. അത് നമുക്ക് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാൻ ഈ ആരോ മാർക്ക് റിപ്പീറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കുമ്പോൾ നമുക്ക് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ ജസ്റ്റ് I2 എന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അതായത് T പാസ് ചെയ്യുമ്പോൾ I2 പോകുന്നതെന്ന് അറിയാൻ. ഇനി അവിടെ നിന്ന് F പാസ് ചെയ്യുമ്പോൾ I3 പോകും. ഇനി I4 നിന്ന് ഓപ്പൺ ബ്രാക്കറ്റ് പാസ് ചെയ്യുമ്പോൾ I4 തന്നെ പോകും. I4 നിന്ന് ID പാസ് ചെയ്യുമ്പോൾ എങ്ങോട്ട് പോകും? I5 പോകും. ഇത്രയാണ് I4 ട്രാൻസിഷൻ. ഇനി I5 നിന്ന് ട്രാൻസിഷൻ ഇല്ല. അടുത്ത I6 നിന്നുള്ള ട്രാൻസിഷൻ ക്യാപിറ്റൽ T പാസ് ചെയ്യുമ്പോൾ എങ്ങോട്ട് പോകും? I9 പോകും. ഇനി I6 നിന്ന് F പോകുമ്പോൾ I3 പോകും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ I4 പോകും. ID പാസ് ചെയ്യുമ്പോൾ I5 പോകും. ഇനി അടുത്ത I7. നെക്സ്റ്റ് I7 നിന്നുള്ള ട്രാൻസിഷൻ. I7 നിന്നുള്ള ട്രാൻസിഷൻ I7 നിന്ന് ക്യാപിറ്റൽ F ആഡ് ചെയ്യുമ്പോൾ എങ്ങോട്ട് പോകും? I10 പോകും. അതേപോലെ തന്നെ I7 നിന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ആഡ് ചെയ്യുമ്പോൾ I4 പോകും. ID പാസ് ചെയ്യുമ്പോൾ I5 പോകും. ഇനി I7 I8 നിന്ന് ബ്രാക്കറ്റ് ക്ലോസ് പാസ് ചെയ്യുമ്പോൾ I11 പോകും. I8 നിന്ന് തന്നെ പ്ലസ് പാസ് ചെയ്യുമ്പോൾ I6 പോകും. ഇനി I9 നിന്നൂടെ ഒരെണ്ണമുണ്ട്. I9 ഇവിടെ I9 നിന്ന് സ്റ്റാർ പാസ് ചെയ്യുമ്പോൾ I7 പോകും. അപ്പം തന്നിരിക്കുന്ന ഗോ ടു ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? ഈ ഡയഗ്രാം വരയ്ക്കുന്നത്. ഇത് നമ്മൾ I2 പോകുമ്പോൾ ഈ ആരോ ഇങ്ങനെയാ കാണിക്കുന്നത്. I2 ആരോ കാണിക്കണം, I3 ആരോ കാണിക്കണം. അങ്ങനെ ആരോ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാൻ നേരം നിങ്ങൾക്ക് ആരോ എങ്ങോട്ടൊക്കെയാ പോയേക്കുന്നതിന് കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഞാൻ ഡയഗ്രാം ഇങ്ങനെ വരച്ചത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ടേബിള് എങ്ങനെയാണ് വരയ്ക്കുക. ഇതിൽ നിന്ന് എങ്ങനെ ടേബിള് വരയ്ക്കാം? ഇപ്പൊ ടേബിളില് മൊത്തം നമുക്ക് എത്ര സ്റ്റേറ്റ്സ് ഇവിടെ ഉള്ള? I0 തൊട്ട് I11 വരെയാണ് സ്റ്റേറ്റ്സ് ഉള്ളത്. അപ്പൊ ആദ്യം നമ്മുടെ ടേബിളിലെ ഫസ്റ്റ് എന്താണ്? സ്റ്റേറ്റ്
അത് കഴിഞ്ഞിട്ട് 2 പാർട്ടാണ് നമ്മുടെ ടേബിളിലുള്ളത്. ഒന്ന് ആക്ഷൻ പാർട്ടും 2 ഗോ ടു പാർട്ടും. സ്റ്റേറ്റുകൾ എന്താ ഉള്ളത്? 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. ഇനി ആക്ഷൻ പാർട്ടിൽ എഴുതുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഗ്രാമറിലെ ടെർമിനൽ വാല്യൂസിനെയാണ്. ടെർമിനൽ വാല്യൂസ് അവിടെ ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? ID പ്ലസ് സ്റ്റാർ ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഡോളർ സിമ്പൽ. ഇനി ഗോ ടു ഫംഗ്ഷൻ എഴുതുന്നത് നമ്മുടെ ഗ്രാമറിലെ നോൺ ടെർമിനൽസ് ഏതൊക്കെയാണ്? അതിനുള്ള ടി എഫ്. ഇനി എങ്ങനെയാണ് നമ്മുടെ ഡയഗ്രാം നോക്കാം. ഡയഗ്രാമത്തിനകത്ത് ഫസ്റ്റ് സീറോയിൽ നിന്നുള്ള ട്രാൻസിഷൻ. I0യിൽ നിന്ന് ക്യാപിറ്റൽ E പാസ് ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? I1ലേക്കാണ് പോകുന്നത്. അപ്പം 0 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് E എന്ന് പറയുന്ന നോൺ ടെർമിനൽ പാസ് ചെയ്യുമ്പോൾ എങ്ങോട്ടാ പോകുന്നത്? 1ലേക്ക് പോകും. ഇനിയും I0യിൽ നിന്ന് T എന്ന് പറയുന്ന നോൺ ടെർമിനൽ പാസ് ചെയ്യുമ്പോൾ എങ്ങോട്ടാ പോകുന്നത്? I2ലേക്ക് പോകും. അപ്പം I0യിൽ നിന്ന് T പാസ് ചെയ്യുമ്പോൾ എങ്ങോട്ട് പോകും? 2ലേക്ക് പോകും. ഇനി F എന്ന് പറയുന്ന നോൺ ടെർമിനൽ പാസ് ചെയ്യുമ്പോൾ എങ്ങോട്ടാ പോകുന്നത്? 3ലേക്ക് പോകും. അപ്പം ഗോ ടു ഫംഗ്ഷൻ എഴുതാൻ നമുക്ക് എളുപ്പമാണ്. ആക്ഷൻ പാർട്ട് എഴുതുമ്പോഴാണ്, അതായത് ടെർമിനൽസ് വരുമ്പോഴാണ് പാട്. അപ്പൊ നമ്മൾ ക്യാപിറ്റൽ നോൺ ടെർമിനൽ വന്നപ്പോൾ നമ്മൾ ഗോ ടു ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞു. നെക്സ്റ്റ് അടുത്ത നോക്കിക്ക. I0യിൽ നിന്ന് ഓപ്പൺ ബ്രാക്കറ്റ് പാസ് ചെയ്തപ്പോൾ എങ്ങോട്ടാണ് പോയത്? I4ലേക്കാണ് പോയത്. ഓക്കെ, അപ്പൊ നമുക്ക് പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചു. ഓപ്പൺ ബ്രാക്കറ്റ് പാസ് ചെയ്തപ്പോൾ I4ലേക്കാണ് പോകുന്നത്. ഇനി ആക്ഷൻ പാർട്ടില് മെയിനായിട്ട് 4 കാര്യങ്ങളാണ് ഒന്നുകിൽ വരുന്നത്. ഒന്നുകിൽ അത് ഷിഫ്റ്റ് ഓപ്പറേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ റെഡ്യൂസ് ഓപ്പറേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എക്സെപ്റ്റ്. ഇതൊന്നും അല്ലെങ്കിൽ എറർ ആയിരിക്കും വരിക. അടുത്ത ഓപ്പൺ ബ്രാക്കറ്റ് വരുമ്പോൾ I4ലേക്കാണ് പോകുന്നത്. ഇനി അത് ഷിഫ്റ്റ് ആണോ അതോ റെഡ്യൂസ് ആണോ എന്ന് നമ്മൾ എങ്ങനെ ഡിസൈഡ് ചെയ്യും? ഓക്കെ, അത് ഏതായിരുന്നു ഓപ്പറേഷൻ? I0യിൽ നിന്ന് ഓപ്പൺ ബ്രാക്കറ്റ് പോകുമ്പോൾ അവിടെ ഷിഫ്റ്റ് ഓപ്പറേഷൻ ആണോ റെഡ്യൂസ് ഓപ്പറേഷൻ ആണോ വരുന്നത് എന്നെങ്ങനെ ഡിസൈഡ് ചെയ്യും? നമ്മൾ പോയി നമ്മുടെ I0, ഓപ്പൺ ബ്രാക്കറ്റ് എന്ന് പറയുന്ന ഗോ ടു ഫംഗ്ഷനിൽ പോകും. ആദ്യം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്
നോക്കിയേ, നമ്മൾ ഗോ ടു ഫംഗ്ഷൻ I0യുടെ ഫംഗ്ഷനിൽ പ്രൊഡക്ഷനിൽ നോക്കുക. I0യുടെ പ്രൊഡക്ഷൻ നമ്മൾ ഗോ ടു ഫംഗ്ഷൻ എഴുതിയത് ഏതിന്റെ ആയിരുന്നു? ഇതിന്റെ ഗോ ടു ഫംഗ്ഷൻ ആയിരുന്നു I0 ഓപ്പൺ ബ്രാക്കറ്റ് എഴുതിയത്. അപ്പൊ ഇവിടുത്തെ പ്രൊഡക്ഷൻ നോക്കിയേ, F tends to എങ്ങനെയാ വന്നിരിക്കുന്നത്? F tends to ഡോട്ട് ബ്രാക്കറ്റ് ഓഫ് E എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ആണ്. ഇതിനെ നമുക്ക് നോക്കിയേ, ഇത് തന്നിരിക്കുന്ന ഏത് ഫോമിലാണ്? A tends to ആൽഫ ഡോട്ട് A ബീറ്റ ഫോമിലാണ് എങ്കിൽ, അതായത് ഇവിടെ ഡോട്ട് കഴിഞ്ഞ് ആൽഫ എന്ന് പറയുന്നത് ഇവിടെ എം പി ആണ്, ഡോട്ട് കഴിഞ്ഞ് വന്നിരിക്കുന്നത് ഒരു ടെർമിനൽ വാല്യൂ ആണ് എങ്കിൽ അവിടെ നമ്മൾ പെർഫോം ചെയ്യുന്നത് എന്ത് ഓപ്പറേഷൻ ആയിരിക്കും? ഷിഫ്റ്റ് ഓപ്പറേഷൻ ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. അപ്പം ഇവിടെ ഡോട്ട് കഴിഞ്ഞിട്ട് എന്ത് വന്നത് കൊണ്ട്? ടെർമിനൽ വാല്യൂ വന്നത് കൊണ്ട്, ഓപ്പൺ ബ്രാക്കറ്റ് എന്ന് പറയുന്ന ടെർമിനൽ വാല്യൂ വന്നത് കൊണ്ട് അവിടെ എന്താ പെർഫോം ചെയ്യുന്നത്? ഷിഫ്റ്റ് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. ഷിഫ്റ്റ് ഓപ്പറേഷന്റെ കൂടെ നമ്മൾ എന്തുകൂടെ എഴുതും? ഷിഫ്റ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട്, ഏത് സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്? I4ലേക്കാണ് പോകുന്നത്. സോ അതുകൊണ്ട് ഞാൻ അവിടെ എന്തുകൂടെ എഴുതി? S4 എന്ന് എഴുതി. അതായത് അവിടെ പെർഫോം ടെർമിനൽ ആയതുകൊണ്ട് അവിടെ ഷിഫ്റ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. അതുപോലെ തന്നെ ഷിഫ്റ്റ് ഓപ്പറേഷൻ കഴിഞ്ഞത് പോകുന്നത് ഏത് സ്റ്റേറ്റ് ആണോ അതുകൂടി അവിടെ മെൻഷൻ ചെയ്യണം. S4 എന്ന് ഞാൻ അവിടെ മെൻഷൻ ചെയ്തു. അടുത്ത I0യിൽ നിന്ന് നെക്സ്റ്റ് പാസ് ചെയ്യുന്നത് ID. IDയും എന്താണ്? ഒരു ടെർമിനൽ ആണ്. സോ ടെർമിനൽ ആയതുകൊണ്ട് അവിടെ എന്ത് ഓപ്പറേഷൻ ആയിരിക്കും പെർഫോം ചെയ്യുന്നത്? ഷിഫ്റ്റ് ഓപ്പറേഷൻ ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. ഷിഫ്റ്റ് ഓപ്പറേഷൻ കഴിഞ്ഞത് എങ്ങോട്ടാ പോകുന്നത്? 5ലേക്ക് പോകും. സോ അവിടെ എന്തായി? S5 എന്ന്. ഇനി അപ്പൊ ഷിഫ്റ്റ് ഓപ്പറേഷൻ എഴുതി കഴിഞ്ഞു. ഇനി റെഡ്യൂസ് ഫംഗ്ഷൻ എന്തെങ്കിലും അവിടെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, നമ്മുടെ I0 എന്ന് പറയുന്ന ഐറ്റം എടുക്കുക. I0 എന്ന് പറയുന്ന ഐറ്റത്തില് എവിടെയെങ്കിലും എൻഡിൽ ഡോട്ട് പ്രോഡക്റ്റ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ നോക്കിയേ, എവിടെയെങ്കിലും എൻഡിൽ ഡോട്ട് പ്രോഡക്റ്റ് വന്നിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ഡോട്ട് കഴിഞ്ഞ് ഇ ഉണ്ട്, ഡോട്ട് കഴിഞ്ഞ് ഇ, ഡോട്ട് ടി, ഡോട്ട് കഴിഞ്ഞ് എല്ലാം വാല്യൂസ് ഉണ്ട്. ഡോട്ട് കഴിഞ്ഞ് എം ഡി ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഒന്നും I0യിൽ വന്നിട്ടില്ല. സോ അതുകൊണ്ട് അവിടെ എന്ത് പെർഫോം ചെയ്യുന്നില്ല? ആ സ്റ്റേറ്റില് റിഡക്ഷൻ ഒന്നും പെർഫോം ചെയ്യുന്ന, അല്ലെങ്കിൽ റെഡ്യൂസ് ഓപ്പറേഷൻ ഒന്നും പെർഫോം ചെയ്യുന്ന ഇല്ല. ഇനി രണ്ടാമത്തെ I1ൽ നിന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയ I1ൽ നിന്ന് പ്ലസ് എന്ന് പറയുന്ന ഒരു ടെർമിനൽ ആണ് പാസ് ചെയ്യുന്നത്. അപ്പൊ പ്ലസ് എന്ന് പറയുന്ന ടെർമിനൽ പാസ് ചെയ്യുമ്പോൾ അവിടെ ഒന്നാമത്തെ സ്റ്റേറ്റിൽ നിന്ന് പ്ലസ് എന്ന് പറയുന്ന ടെർമിനലിന്റെ അവിടെ എന്ത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത്? ഷിഫ്റ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ഷിഫ്റ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് എങ്ങോട്ടാ പോകുന്നത്? I6ലേക്ക്. സോ അവിടെ എന്തെഴുതും? S6 എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. ഇനി നോക്കിക്കേ, I1ന്റെ പ്രൊഡക്ഷൻസ് എടുത്ത് നോക്കുക. അതായത് I1 എന്ന് പറയുന്ന ഐറ്റത്തിന്റെ പ്രൊഡക്ഷൻസ് എടുത്ത് നോക്കുക. ഓക്കെ, I1 എന്ന് പറയുന്ന പ്രൊഡക്ഷനിൽ എന്ത് വന്നിട്ടുണ്ട്? ഡോട്ട് പ്രോഡക്റ്റ് എൻഡിൽ വന്നിട്ടുണ്ട്. ഓക്കെ, E' tends to E ഡോട്ട് എന്ന് പറയുന്ന പ്രൊഡക്ഷൻസ് അവിടെ വന്നിട്ടുണ്ട്. സോ അവിടെ എന്ത് റെഡ്യൂസ് ഫംഗ്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. പക്ഷേ ഈ പ്രൊഡക്ഷൻ ഒന്ന് നമ്മൾ നോക്കിക്കേ, E' tends to E ഡോട്ട് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ നോർമൽ ഇതിൽ വരുന്ന പ്രൊഡക്ഷൻ അല്ല. E' tends to E എന്ന് പറയുന്നത് നമ്മുടെ ഓഗ്മെന്റഡ് പ്രൊഡക്ഷൻ ആണ്. അപ്പൊ ഞാൻ അൽഗോരിതം പറഞ്ഞപ്പോ പറഞ്ഞായിരുന്നു, ഡോട്ട് പ്രോഡക്റ്റ് എൻഡിൽ വരുന്നത് ഒരു ഓഗ്മെന്റഡ് പ്രൊഡക്ഷൻ ആണ് എങ്കിൽ അവിടെ നമ്മൾ എന്താ എഴുതുക? റെഡ്യൂസ് ഫംഗ്ഷൻ അല്ല എഴുതുന്നത്, അത് അക്സെപ്റ്റ് സ്റ്റേറ്റിലാണ് എന്നാണ് എഴുതുന്നത്. അതിനർത്ഥം I1ല് ആ പ്രൊഡക്ഷൻ വന്നിരിക്കുന്നത് ഓഗ്മെന്റഡ് പ്രൊഡക്ഷനിൽ എൻഡിങ് ഡോട്ട് വന്നത് കൊണ്ട് നമ്മൾ എന്ത് ആഡ് ചെയ്യും? ആ 1 എന്ന് പറയുന്ന സ്റ്റേറ്റില് ഡോളർ സിമ്പലിന്റെ നേരെ നമ്മൾ എന്ത് എഴുതും? accept, ACC, accept എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. അത് ഓഗ്മെന്റഡ് പ്രൊഡക്ഷനിൽ എൻഡിങ്ങിൽ ഡോട്ട് പ്രോഡക്റ്റ് വരുമ്പോഴാണ് നമ്മൾ എന്ത് എഴുതുന്നത്? അക്സെപ്റ്റ് എഴുതുന്നത്. അടുത്ത ഇനി രണ്ടാമത്തെ I2ൽ നിന്നുള്ളത്. I2ൽ നിന്ന് സ്റ്റാർ പാസ് ചെയ്യുമ്പോൾ എങ്ങോട്ടാ പോകുന്നത്? I7ലേക്ക് പോകും. അപ്പൊ അവിടെ നടക്കുന്ന ഷിഫ്റ്റ് ഓപ്പറേഷൻ I2ൽ നിന്ന് സ്റ്റാർ പാസ് ചെയ്യുമ്പോൾ ഷിഫ്റ്റ് ഓപ്പറേഷൻ
എന്താണ് S7. ഇനി അടുത്ത I2ന്റെ പ്രൊഡക്ഷൻസ് എടുത്ത് വെച്ച് നോക്കാം. റെഡ്യൂസ് ഫംഗ്ഷൻ വരുന്നുണ്ടോ ഇല്ലയോ നോക്കാം. നോക്കുകൊണ്ട് I2ല് ഒരു പ്രൊഡക്ഷൻ വന്നിട്ടുണ്ട്. E tends to T ഡോട്ട് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ വന്നിട്ടുണ്ട്. അപ്പം ആ പ്രൊഡക്ഷനിൽ നമുക്ക് എന്ത് വരും? റെഡ്യൂസ് ഫംഗ്ഷൻ വരും. ആ റെഡ്യൂസ് ഫംഗ്ഷൻ എങ്ങനെയാണ് എഴുതുന്നത്? ആദ്യം നമ്മൾ ഈ തന്നിരിക്കുന്ന പ്രൊഡക്ഷനെ റെഡ്യൂസ് ഫംഗ്ഷൻ നമ്മൾ 1 2 3 എന്നൊക്കെ പറഞ്ഞാൽ ഏത് പ്രൊഡക്ഷൻ വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യണം അല്ലെ. ഡിസൈഡ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന പ്രൊഡക്ഷനെ നമ്മൾ 1 2 3 എന്ന് പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അതായത് തന്നിരിക്കുന്ന ആദ്യത്തെ പ്രൊഡക്ഷൻ E tends to E plus T, രണ്ടാമത് E tends to T, 3 T tends to T star F, 4 T tends to F, അഞ്ചാമത്തത് F tends to bracket of E, 6 F tends to ID. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പ്രൊഡക്ഷൻസ് ആണ്. ഇവിടെ നോക്കിക്കേ, നിങ്ങളുടെ ഏത് പ്രൊഡക്ഷൻ ആണ് ഇവിടെ റെഡ്യൂസ് ഫംഗ്ഷൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? E tends to T ഡോട്ട് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ആണ്. അതായത് E tends to T വന്നിരിക്കുന്നത് എവിടെയാണ്? രണ്ടാമത്തെ പ്രൊഡക്ഷൻ ആണ്. സോ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? R2 വെച്ചിട്ടാണ്. റെഡ്യൂസ്ഡ് ബൈ സെക്കൻഡ് പ്രൊഡക്ഷൻ എന്നാണ് നമ്മൾ അവിടെ എഴുതുക. പക്ഷേ ആ R2 നമ്മൾ ആക്ഷൻ കോളത്തിൽ എവിടെ എഴുതും? റെഡ്യൂസ് ഫംഗ്ഷൻ നമുക്ക് ഡയറക്ട്ലി ടെർമിനൽ വാല്യൂസിൽ എഴുതാനായിട്ട് പറ്റില്ല. എവിടെയോട്ട് എഴുതണമെന്ന് നമുക്ക് അറിയത്തില്ല. സോ ഏത് ടെർമിനൽ വാല്യൂസിൽ നമ്മൾ റെഡ്യൂസ് ഫംഗ്ഷൻ എഴുതും എന്ന് ഡിസൈഡ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? തന്നിരിക്കുന്ന ഈ പ്രൊഡക്ഷന്റെ, അതായത് E tends to T ആണ് നമുക്ക് റെഡ്യൂസ് ചെയ്യേണ്ട പ്രൊഡക്ഷൻ. ഇത് വെച്ചിട്ടാണ് റെഡ്യൂസ് ചെയ്യേണ്ടത്. അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഏത് നോൺ ടെർമിനൽ ആണോ തന്നിരിക്കുന്നത് അതിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഫോളോ വാല്യൂ കണ്ടുപിടിക്കണം. അതായത് നമ്മൾ ഇവിടെ എന്തിന്റെ ഫോളോ കണ്ടുപിടിക്കണം? ഈയുടെ ഫോളോ കണ്ടുപിടിക്കണം. ഈയുടെ ഫോളോ കണ്ടുപിടിക്കുമ്പോൾ എന്താ വരുന്നത്? ഓർമ്മയുണ്ടോ ഫസ്റ്റ് ഫോളോ ഒക്കെ ചെയ്തത്? ഫോളോ ഓഫ് E എന്ന് പറയുന്ന വാല്യൂസ് ഓൾറെഡി ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറയുന്നില്ല. എന്തൊക്കെയാ? പ്ലസ്, ക്ലോസ് ബ്രാക്കറ്റ്, ഡോളർ, ഇതാണ് ഫോളോ ഓഫ് ഇയിൽ വരുന്നത്. അപ്പം ഈ R2 എന്ന് പറയുന്ന റിഡക്ഷൻ നമ്മൾ എവിടെയൊക്കെ ആഡ് ചെയ്യും? ഈ കോളത്തില് രണ്ടാമത്തെ സ്റ്റേറ്റിൽ നിന്ന് പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേഷനിൽ എന്ത്? R2 എഴുതി, ക്ലോസ്ഡ് ബ്രാക്കറ്റിൽ R2 എഴുതി, ഡോളറില് R2 എഴുതി. ഓക്കെ, ക്ലിയർ ആയ? റെഡ്യൂസ് ഫംഗ്ഷൻ എഴുതുന്നത് അതായത് നമുക്ക് സെക്കൻഡ് ഐറ്റത്തില് എവിടെയെങ്കിലും എൻഡിൽ ഡോട്ട് പ്രോഡക്റ്റ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ആ പ്രൊഡക്ഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? റെഡ്യൂസ് ചെയ്യുന്നത്. റെഡ്യൂസ് ചെയ്യുമ്പോൾ എവിടെയാണ് റെഡ്യൂസ് ചെയ്യുന്നതെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ നോൺ ടെർമിനലിന്റെ ഫോളോ വാല്യൂ വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഇനി അടുത്ത I3. I3യിൽ നിന്ന് നമുക്ക് ട്രാൻസിഷൻ ഒന്നുമില്ല. സോ I3യിൽ നിന്ന് ടെർമിനൽ ട്രാൻസിഷൻ ഡയറക്റ്റ് ഒന്നും ഇവിടെ വന്നിട്ടില്ല. ഇനി നമുക്ക് I3യുടെ പ്രൊഡക്ഷൻസ് നോക്കാം. അവിടെ എവിടെയെങ്കിലും റെഡ്യൂസ് ഫംഗ്ഷൻ വരുന്നുണ്ടോ എന്ന് നോക്കാം. I3യുടെ പ്രൊഡക്ഷനിലും എന്ത് വരുന്നുണ്ട്? റെഡ്യൂസ് ഫംഗ്ഷൻ വരുന്നുണ്ട്. I3യുടെ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്താൽ വരുന്നത് T tends to F ഡോട്ട്, അതായത് ഇത് നാലാമത്തെ പ്രൊഡക്ഷൻ വെച്ചിട്ട്. അപ്പൊ നമ്മൾ എന്താ എഴുതുന്നത്? റെഡ്യൂസ്ഡ് ബൈ 4. R4 വെച്ചിട്ടാണ് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത്. അത് എവിടെയൊക്കെ എഴുതുമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ഫോളോ ഓഫ് T വാല്യൂ വെച്ചിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. Tയുടെ ഫോളോ വാല്യൂ ഏതൊക്കെ വരും?
ഓഫ് ടി വാല്യൂ ഏതാ വരിക? സ്റ്റാർ പ്ലസ് ക്ലോസ് ബ്രാക്കറ്റ് ഡോളർ. ഇത്രയുമാണ് ഫോളോ ഓഫ് ടിയിൽ വരിക. അപ്പം എവിടെയൊക്കെയാണ് നമ്മൾ R4 എഴുതുന്നത്? എവിടെയൊക്കെ വരിക? R3, 3യുടെ നേരെ എവിടെയൊക്കെ എഴുതും? സ്റ്റാർ പ്ലസിന്റെ അവിടെ R4, സ്റ്റാറിന്റെ നേരെ R4, ക്ലോസ്ഡ് ബ്രാക്കറ്റ് R4, ഡോളർ R4. ഇനി അടുത്ത നാലാമത്തതിൽ നിന്നുണ്ട് പ്രൊഡക്ഷൻസ് അല്ലെ. നാലാമത്തതിൽ നിന്ന് ട്രാൻസിഷൻ എങ്ങോട്ടൊക്കെയാ വന്നിരിക്കുന്നത്? ഫസ്റ്റ് ഓപ്പൺ ബ്രാക്കറ്റ് 4ലേക്ക് തന്നെ. അപ്പം ഓപ്പൺ ബ്രാക്കറ്റ് വരുമ്പോൾ അവിടെ ഷിഫ്റ്റ് ഓപ്പറേഷൻ എന്ത് തന്നെ വരും? യെസ്, 4 തന്നെ വരും. ഇനി അടുത്ത I4ൽ നിന്ന് ID പാസ് ചെയ്യുമ്പോൾ എങ്ങോട്ടാ പോകുന്നത്? I5ലേക്ക് പോകും. അപ്പൊ അവിടെ എന്ത് വരും? S5 വരും. അടുത്ത ഇനി എല്ലാം എന്താ വന്നിരിക്കുന്നത്? നോൺ ടെർമിനൽസ്. അപ്പൊ അതെവിടെ വരുന്നത്? ഗോ ടു ഫംഗ്ഷൻ. I4ൽ നിന്ന് ക്യാപിറ്റൽ E പാസ് ചെയ്യുമ്പോൾ എങ്ങോട്ട് പോകും? 8ലേക്ക് പോകും. T പാസ് ചെയ്യുമ്പോൾ I2ലേക്ക് പോകും. F പാസ് ചെയ്യുമ്പോൾ I3ലേക്ക്. ഇനി അവിടെ റെഡ്യൂസ് ഫംഗ്ഷൻ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നാലാമത്തെ ഐറ്റംസിൽ എവിടെയും എന്തില്ല? ഡോട്ട് പ്രോഡക്റ്റ് എൻഡ് ചെയ്തിട്ട് ഇല്ല. സോ അവിടെ എന്ത് വരുന്നില്ല? റെഡ്യൂസ് ഫംഗ്ഷൻ വരുന്ന ഇല്ല. ഇനി അടുത്ത I5ൽ നിന്ന് ഡയറക്റ്റ് ട്രാൻസിഷൻ ഒന്നുമില്ല. ഇനി I5ന്റെ ഐറ്റം നമുക്ക് നോക്കാം. I5ന്റെ പ്രൊഡക്ഷനിൽ എന്ത് വന്നിട്ടുണ്ട്? ഡോട്ട് പ്രോഡക്റ്റ് എൻഡ് ചെയ്തിട്ടുണ്ട്. റെഫറൻസ് ടു ID ഡോട്ട്. അപ്പൊ എന്ത് വെച്ചിട്ട് അവിടെ റെഡ്യൂസ് ചെയ്യുന്നത്? R6 വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യും. അത് എവിടെയാ വരുന്നത്? എഫിന്റെ ഫോളോ വാല്യൂല്. എഫിന്റെ ഫോളോ വാല്യൂ എവിടെയാ? ടിയുടെ ഫോളോ വാല്യൂ തന്നെയാണ് അവിടെ എന്തിന്റെയും വരുന്നത്? എഫിന്റെ ഫോളോ വാല്യൂ ആയിട്ട് വരുന്നത്. അപ്പം അതെവിടെയാ വരിക? സ്റ്റാർ 5ന്റെ നേരെ പ്ലസ് R6, 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 R6. ഇനി അടുത്ത സിക്സ്ത് സ്റ്റേറ്റിൽ നിന്ന് എങ്ങോട്ടൊക്കെയാ? സിക്സ്ത് സ്റ്റേറ്റിൽ നിന്ന് ആരൊക്കെ പോയിട്ടുണ്ട്? ക്യാപിറ്റൽ T പോയിട്ടുണ്ട്, ക്യാപിറ്റൽ F, ഓപ്പൺ ബ്രാക്കറ്റ് ID. ഇത്രയും കാര്യങ്ങളുണ്ട്. സിക്സ്ത് സ്റ്റേറ്റിൽ നിന്ന് ക്യാപിറ്റൽ T പോയിരിക്കുന്നത് എങ്ങോട്ടാണ്? 9ലേക്ക്. ക്യാപിറ്റൽ F പോയിരിക്കുന്നത് 3ലേക്ക്. ഇനി അവിടെ ID പാസ് ചെയ്തിട്ടുണ്ട് എങ്ങോട്ട്? S5ലേക്ക്. ഓപ്പൺ ബ്രാക്കറ്റ് പാസ് ചെയ്തിട്ടുണ്ട് S4ലേക്ക്. അവിടെ നോക്കിക്കേ, സിക്സ്ത് ഐറ്റത്തിന്റെ പ്രൊഡക്ഷൻ എടുത്താൽ അവിടെയും ഡോട്ട് പ്രോഡക്റ്റ് എവിടെയും എൻഡ് ചെയ്യുന്നില്ല. 6ല് ഡോട്ട് പ്രോഡക്റ്റ് എൻഡ് ചെയ്യുന്നത് എങ്ങും വരുന്ന ഇല്ല. സോ അവിടെ റെഡ്യൂസ് ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്ന ഇല്ല. ഇനി അടുത്ത I7 നോക്കാം. I7ൽ നിന്നും പാസ് ചെയ്യുന്നുണ്ട് എന്താ? ക്യാപിറ്റൽ F, ഓപ്പൺ ബ്രാക്കറ്റ് ID. I7ൽ നിന്ന് ക്യാപിറ്റൽ F പാസ് ചെയ്യുന്നത് 10ലേക്ക്. ഷിഫ്റ്റ് പെർഫോം ചെയ്യുന്നത് S5ഉം ഓപ്പൺ ബ്രാക്കറ്റ് വരുന്നത് S4ഉം. അവിടെയും ഡോട്ടിൽ എൻഡ് ചെയ്യുന്ന പ്രൊഡക്ഷൻസ് ഒന്നും വരുന്നില്ല. സോ അവിടെ റെഡ്യൂസ് ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നില്ല. ഇനി അടുത്ത S8ൽ നിന്നുള്ളത് നോക്കാം. I8ൽ നിന്ന് പാസ് ചെയ്യുന്നത് എവിടെയാ? ക്ലോസ്ഡ് ബ്രാക്കറ്റും പ്ലസും.
8ൽ നിന്ന് പ്ലസ് പാസ് ചെയ്യുമ്പം എങ്ങോട്ടാ S6ലേക്ക് പോകും. ക്ലോസ്ഡ് ബ്രാക്കറ്റ് പാസ് ചെയ്യുമ്പോൾ S11ലേക്ക് പോകും. അടുത്ത S9 അവിടെയും റിഡക്ഷൻ ഒന്നും പെർഫോം ചെയ്യുന്നില്ല, ഡോട്ട് പ്രോഡക്റ്റ് എൻഡ് ചെയ്യുന്നില്ല. അടുത്ത S9ൽ നിന്നുള്ളത് നോക്കാം. എങ്ങോട്ടൊക്കെയാണ് പാസ് ചെയ്യുന്നത്? സ്റ്റാർ പാസ് ചെയ്യുന്നുണ്ട് S9ൽ നിന്ന്. S4 വരും, അവിടെ ഷിഫ്റ്റ് വരും. നോൺ ടെർമിനൽസ് ഒന്നും വരുന്നില്ല. ഇനി S9ന്റെ ഐറ്റംസ് നോക്കാം. ഡോട്ട് പ്രോഡക്റ്റ് എൻഡ് ചെയ്യുന്നത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. I9ൽ വരുന്നുണ്ട്. ഡോട്ട് പ്രോഡക്റ്റ് എൻഡ് ചെയ്യുന്നത് ഏതാ? ഈ പ്രൊഡക്ഷനിൽ എൻഡ് ചെയ്യുന്നുണ്ട്. E ടെൻസ് ടു E പ്ലസ് T ഡോട്ട്. അതായത് ഈ ഒന്നാമത്തെ പ്രൊഡക്ഷൻ വെച്ചിട്ട് R1 വെച്ചിട്ടാണ്. അതെവിടെയാണ് ചെയ്യുന്നത്? ഈയുടെ ഫോളോ വാല്യൂല്. ഈയുടെ ഫോളോ വാല്യൂ എവിടെയൊക്കെയാ വരിക? ഈയുടെ ഫോളോ വാല്യൂ വരുന്നത് പ്ലസ് ക്ലോസ് ബ്രാക്കറ്റ് സ്റ്റാർ. സോ 9ന്റെ നേരെ നമ്മൾ എവിടെയൊക്കെ എഴുതുക? പ്ലസ് അടുത്ത S10ൽ നിന്ന് ട്രാൻസിഷൻ ഒന്നുമില്ല. റെഡ്യൂസ് ഫംഗ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ട്. T ടെൻസ് ടു T സ്റ്റാർ F. T ടെൻസ് ടു T സ്റ്റാർ F എന്ന് പറയുന്നത് മൂന്നാമത്തെ R3 വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യും. എവിടെ? ഫോളോ ഓഫ് T വാല്യൂല് എൻട്രി ചെയ്യും. ഫോളോ ഓഫ് T വാല്യൂ എന്താ വരിക? സ്റ്റാർ പ്ലസ് ക്ലോസ് ബ്രാക്കറ്റ് ഡോളർ. R3 അടുത്ത 11th സ്റ്റേറ്റ്. 11ലും വരുന്നുണ്ട് റെഡ്യൂസ് ഫംഗ്ഷൻ. എവിടെയാ വരിക? ഇവിടെ F ടെൻസ് ടു ബ്രാക്കറ്റ് ഓഫ് E ഡോട്ട്. അതായത് അത് എത്രാമത്തെ പ്രൊഡക്ഷൻ ആണ്? R5 എഫിന്റെ ഫോളോ വാല്യൂയിൽ ആഡ് ചെയ്യുക. ഏതൊക്കെയാ? പ്ലസില് സ്റ്റാറില് ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഡോളർ. ഇപ്പൊ ടേബിൾ വരയ്ക്കുന്നത് ക്ലിയർ ആയോ? എങ്ങനെ ഷിഫ്റ്റ് വരും, എങ്ങനെ റെഡ്യൂസ് വരും, എങ്ങനെ ഗോ ടു ഫംഗ്ഷൻ വരും? വല്ലതും കത്തിയാ? കിളി പോയായിരിക്കും. ക്ലിയർ ആയോ? എവിടാ? ചെയ്ത് നോക്കാം സാർ. കരയണ്ട മോനെ, ഇനി ഇതിലും ഇതൊക്കെ മേലെ വരാതിരിക്കും. ഇതേപോലെ തന്നെ ഇനി 2 പാഴ്സിംഗ് കൂടെ ഉണ്ട്. കനോണിക്കലും ഉണ്ട്, ലുക്ക് ഹെഡും ഉണ്ട്. പക്ഷെ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെറിയ വേരിയേഷൻസ് ഒക്കെ അതിൽ വരുന്നുള്ളൂ.
കനോണിക്കൽ എടുക്കണം. ജസ്റ്റ് എന്താന്ന് പറയാൻ കനോണിക്കൽ. കനോണിക്കൽ LR പാഴ്സിംഗ്. കനോണിക്കൽ LR പാഴ്സിംഗ് ടേബിൾ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? നമ്മൾ ഏറ്റവും ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്ന, അതായത് LR പാഴ്സിംഗ് ടേബിളിൽ ഏറ്റവും ജനറലൈസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കനോണിക്കൽ LR എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കൂടുതൽ ഇൻഫർമേഷനും നമുക്ക് അതിന്റെ സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യും. ഇവിടെ എക്സ്ട്രാ ആയിട്ട് വരുന്നത്, നമ്മൾ ഇതിനെ വിളിക്കുന്നത്, നമ്മൾ സിമ്പിൾ LR ആയിരുന്നപ്പോൾ നമ്മൾ അതിനെ വിളിച്ചത് LR ഓഫ് 0 ഐറ്റംസ് ആണ് എങ്കിൽ അത് സിമ്പിൾ LR ആണ്. ഇനി കനോണിക്കൽ LR ആണ് ക്വസ്റ്റ്യനിൽ വരുന്നതെങ്കിൽ LR ഓഫ് 1 ഐറ്റംസ് എന്നായിരിക്കും ചോദിക്കുക. കൺസ്ട്രക്ട് LR ഓഫ് 1 ഐറ്റംസ് അല്ലെങ്കിൽ കൺസ്ട്രക്ട് LR ഓഫ് 1 ടേബിൾ എന്നൊക്കെ പറഞ്ഞായിരിക്കും ചോദിക്കുക. ഡയറക്റ്റ് കനോണിക്കൽ LR എന്ന് പറഞ്ഞ് ചോദിക്കത്ത് ഇല്ല. സോ LR ഓഫ് 1 ഐറ്റം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? കനോണിക്കൽ LR പാഴ്സിങ്ങിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെയും എന്തുണ്ട്? 2 മെയിൻ ഓപ്പറേഷൻസ് ആണുള്ളത്. ക്ലോഷർ ഓപ്പറേഷനും ഉണ്ട്, അതേപോലെ തന്നെ ഗോ ടു ഓപ്പറേഷനും ഉണ്ട്. ഇവിടുത്തെ ക്ലോഷർ ഓപ്പറേഷനിൽ ഇവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു കാര്യവും കൂടെ ഉണ്ട്. നമ്മള് ഡോട്ട് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ നേരത്തെ എഴുതിയ ജസ്റ്റ് A→α β ആണ് എങ്കിൽ അതിനെ എന്താണ് ഡോട്ട് പ്രോഡക്റ്റ് വെച്ചിട്ട് A→α ഡോട്ട് ബീറ്റ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത് മാത്രമേ ഉണ്ടായിരിക്കുന്നുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ എക്സ്ട്രാ ഇൻഫർമേഷനോടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഏത് സ്റ്റേറ്റ് ആണ് നമ്മൾ ഐറ്റംസിനെ റീഡ് ചെയ്യുന്നത്, അതിന്റെ ടെർമിനൽ സിംബലൂടെ നമ്മൾ സെക്കൻഡ് കമ്പോണന്റ് ആയിട്ട് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ജനറൽ ഫോം, ഒരു ഐറ്റത്തിന്റെ ജനറൽ ഫോം ഇങ്ങനെയാണ് എങ്കിൽ A→α ഡോട്ട് ബീറ്റ A എന്നാണ് എങ്കിൽ അവിടെ A→α ബീറ്റ എന്ന് പറയുന്നത് അതിന്റെ പ്രൊഡക്ഷൻ ആയിരിക്കും. A എന്ന് പറയുന്നത് അതിന്റെ ടെർമിനൽ വാല്യൂ ആയിരിക്കും. ഈ ഫോമിലാണ് നമ്മൾ ഇവിടെ പ്രൊഡക്ഷൻ എഴുതുന്നത്. A→α ഡോട്ട് ബീറ്റ A. അവിടെ A എന്ന് പറയുന്നത് അവിടെ ആ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്ന ടെർമിനൽ വാല്യൂ. ഇനി അവിടെ ടെർമിനൽ വാല്യൂ ഒന്നും വന്നിട്ടില്ല എങ്കിൽ അവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത് $സൈൻ ആയിരിക്കും. ഒന്നുകിൽ ടെർമിനൽ വാല്യൂ ഉണ്ടെങ്കിൽ ആ ടെർമിനൽ വാല്യൂ ആയിരിക്കും എൻ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ $സിമ്പിൾ ആയിരിക്കും എൻ്റർ ചെയ്യുക. ഇങ്ങനെയുള്ള ഐറ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? LR ഓഫ് 1 ഐറ്റം എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം അതിന്റെ ക്ലോഷർ ഓപ്പറേഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന്. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. S→CC. ഇതാണ് നമ്മുടെ S→CC എന്ന് പറയുന്നതാണ് നമ്മുടെ ഗ്രാമർ പ്രൊഡക്ഷൻ.
അതിനെ നമ്മൾ ഫസ്റ്റ് ഓഗ്മെന്റഡ് ഗ്രാമർ ആക്കുന്നതാണ് എസ് ഡാഷ് ടെൻസ് ടു എസും കൂടി ആഡ് ചെയ്ത്. ഇനി ഞാൻ ഇവിടെ എസ് ഡാഷ് ടെൻസ് ടു എസിന്റെ ക്ലോഷർ എഴുതുന്നത് എങ്ങനെയാന്ന് നോക്കിയാൽ ക്ലോഷർ ഓഫ് എസ് ഡാഷ് ടെൻസ് ടു ഡോട്ട് എസ് കോമ ഡോളർ. കാരണം ഇവിടെ എന്താണ് ഡോട്ട് കഴിഞ്ഞ് അവിടെ ടെർമിനൽ വാല്യൂസ്, ഇതിനകത്ത് ടെർമിനൽ വാല്യൂസ് ഒന്നും വരുന്നില്ല. സോ അതുകൊണ്ടാണ് അവിടെ ടെർമിനൽ വാല്യൂസിന് പകരം ഞാൻ എന്ത് എഴുതിയത്, ഡോളർ സൈൻ ആഡ് ചെയ്തത്. ക്ലോഷർ ഓപ്പറേഷൻ എഴുതുമ്പോൾ ഇവിടെ എങ്ങനെ വരും, എസ് ഡാഷ് ടെൻസ് ടു ഡോട്ട് എസ് കോമ ഡോളർ സൈൻ എന്നാണ് നമ്മൾ ക്ലോഷർ എഴുതുമ്പോൾ എഴുതുന്നത്. അവിടെ നോക്കിയ ഈ തന്നിരിക്കുന്ന പ്രൊഡക്ഷൻ ഏത് ഫോമിലാണ്, എ ടെൻസ് ടു ആൽഫ ബി ബീറ്റ. എ എന്ന് പറയുന്നത് അവിടെ എന്താ, എസ് ഡാഷ്, ആൽഫ ഇവിടെ ഇല്ല, എപ്സിലോൺ. ബി എ നമ്മൾ എന്തായിട്ട് എടുത്തു, എസ്. ബീറ്റ ഇല്ല, എപ്സിലോൺ. അവിടെ എ വാല്യൂ എന്തായിട്ട് എടുത്തത്, ഡോളർ ആയിട്ടാണ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ ക്ലോഷർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡ് എങ്ങനെയാണ്, ഫസ്റ്റ് ഓഫ് ബീറ്റ എ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഓഫ് ബീറ്റ എ വാല്യൂ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, അതിന്റെ ക്ലോഷർ കണ്ടുപിടിക്കുന്നത്. ആക്ച്വലി ഈ തന്നിരിക്കുന്ന പ്രൊഡക്ഷനെ നമ്മൾ എന്തായിട്ട് എഴുതും, എസ് ഡാഷ് ടെൻസ് ടു എസ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ആണ് ഞാൻ ക്ലോഷർ എഴുതുന്നത്. അതിന് ഏത് ഫോമിലാണ്, എ ടെൻസ് ടു ആൽഫ ബി ബീറ്റ കോമ, ഇത് ആൽഫ ബി ബീറ്റ കോമ എ ഫോമിലാണ് നമുക്ക് എഴുതേണ്ടത്. ആൽഫ ബി ബീറ്റ കോമ എ ഫോമിലാണ് നമുക്ക് എഴുതേണ്ടത്. ഇവിടെ എ എന്ന് പറയുന്നത് എസ് ഡാഷ്, ആൽഫ വാല്യൂ ഇല്ല, എപ്സിലോൺ ആണ്. ബി വാല്യൂ ആണ് അവിടെ എന്ത്, അതായത് നോൺ ടെർമിനൽ അവിടെ എസ് ആണ്. ബി വാല്യൂ അവിടെ എസ് ആണ്, ബീറ്റ വാല്യൂ എപ്സിലോൺ ആണ്, എ വാല്യൂ ടെർമിനൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഡോളർ സിമ്പിള് കൊടുത്തു. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫസ്റ്റ് ഓഫ് ബീറ്റ എ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്, എപ്സിലോൺ ആണ്. എ എന്ന് പറയുന്നത് ഡോളർ ആണ്. അപ്പം എപ്സിലോൺ ഡോളറൂടെ വന്നു കഴിഞ്ഞാൽ അത് എന്താണ്, ഡോളർ വാല്യൂ ആയിരിക്കും വരിക. ഫസ്റ്റ് ഓഫ് ഡോളർ വാല്യൂ, ഫസ്റ്റ് ഓഫ് ഒരു ടെർമിനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, ആ ടെർമിനൽ തന്നെ ആയിരിക്കും ഫസ്റ്റ് ഓഫ് വാല്യൂ ആയിട്ട് വരിക. അപ്പൊ ഫസ്റ്റ് ഓഫ് ഡോളർ എന്ന് വെച്ചാൽ ഡോളർ ആണ്. സോ അപ്പം അവിടെ നമുക്ക് എന്താ ക്ലോഷർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത പ്രൊഡക്ഷന്റെ ക്ലോഷർ ആയിട്ട് എന്താ ആഡ് ചെയ്യാൻ പറ്റുക, ഈ ഡോളർ ആണ് ക്ലോഷർ വാല്യൂല് നമ്മൾ എന്തായിട്ട് ആഡ് ചെയ്യുന്നത്, എ വാല്യൂ ആയിട്ട് ആഡ് ചെയ്യുന്നത്. അതായത് എസ് ടെൻസ് ടു സി സിയുടെ ക്ലോഷർ വാല്യൂ എങ്ങനെ എഴുതുക, എസ് ടെൻസ് ടു ഡോട്ട് സി സി കോമ ഇവിടെ നമുക്ക് കിട്ടിയ ഫസ്റ്റ് ഓഫ് വാല്യൂ എന്താണ്, ഡോളർ ആണ് കിട്ടിയത്. സോ അത് ആ ഡോളർ വാല്യൂ ആണ് നമ്മൾ ഇവിടെ എന്തായിട്ട് എഴുതുന്നത്, ടെർമിനൽ വാല്യൂ ആയിട്ട് എഴുതുന്നത്. ഓക്കെ, തന്നിരിക്കുന്ന പ്രൊഡക്ഷൻ നമ്മൾ നേരത്തെ എഴുതിയത് കൂട്ടി തന്നെ എന്തുകൂടാണ്, ഡോട്ട് ഇട്ട് നമ്മൾ ക്ലോഷർ എഴുതുകയാണ്. അതിനോടൊപ്പം എന്തുകൂടെ എഴുതും, ഒരു ടെർമിനൽ വാല്യൂ കൂടി ആഡ് ചെയ്യും. ആ ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ. ഓക്കെ, ആ ടെർമിനൽ വാല്യൂ ഇതിൽ തന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ടെർമിനൽ വാല്യൂ ആയിരിക്കും. ഇനി ആ പ്രൊഡക്ഷനിൽ ടെർമിനൽ ഉണ്ടെങ്കിൽ ആയിരിക്കും, ഇല്ലെങ്കിൽ അത് എന്തായിരിക്കും, ഡോളർ ആയിരിക്കും. ഗോ ടു ഓപ്പറേഷൻ മെത്തേഡിന്റെ കൂട്ട് തന്നെ സെയിം എന്താണ്, ഇപ്പം ആൽഫ എ ടെൻസ് ടു ആൽഫ ഡോട്ട് എക്സ് ബീറ്റ ഫോമിലുള്ള പ്രൊഡക്ഷൻ ആണ് എങ്കിൽ അതെന്തായിട്ട് മാറും, എ ടെൻസ് ടു ആൽഫ എക്സ് ഡോട്ട് ബീറ്റ ആയിട്ട് മാറും. അതായത് ഡോട്ടിനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അവിടെ ഈ എ വാല്യൂവിന്, അതായത് ടെർമിനൽ വാല്യൂവിന് എന്ത് ചെയ്യത്തില്ല, ഗോ ടു ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ ടെർമിനൽ വാല്യൂവിന് ചേഞ്ചസ് ഉണ്ടാകത്ത് ഇല്ല കനോണിക്കൽ എല്ലാറിനകത്ത്. അപ്പം അവിടെയും എന്താ കണ്ടുപിടിക്കുന്നത്, നമ്മൾ ക്ലോഷർ കണ്ടുപിടിക്കും, അതേപോലെ ഗോ ടു കണ്ടുപിടിക്കും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസ്ട്രക്ട് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. നേരത്തെ ചെയ്തത് കൂട്ടാണ്. ഇതാണ് നമ്മുടെ ഗ്രാമർ. അതിന്റെ ഓഗ്മെന്റഡ് ഗ്രാമർ എഴുതുക. ഫസ്റ്റ് ക്ലോഷർ, അതിന്റെ ഈ തന്നിരിക്കുന്ന പ്രൊഡക്ഷന്റെ ക്ലോഷർ നമ്മൾ I0 ആയിട്ട് എഴുതുക. ഇവിടെ നോക്കിയ ക്ലോഷർ എഴുതിയപ്പോ എന്തുകൂടെ വന്നിട്ടുണ്ട്, ഫസ്റ്റ് എസ് ഡാഷ് ടെൻസ് ടു എസിന്റെ എസ് ഡാഷ് ടെൻസ് ടു ഡോട്ട് എസ്, അവിടെ ടെർമിനൽ ഇല്ലാത്തത് കൊണ്ട് ഡോളർ ആഡ് ചെയ്തു.
അടുത്ത എസ് ടെൻസ് ടു സി സി എ, എസ് ടെൻസ് ടു ഡോട്ട് സി സി കോമ, അവിടെയും ടെർമിനൽ ഇല്ലാത്തതുകൊണ്ട് ഡോളർ ആഡ് ചെയ്തു. അതായത് അവിടെ ഫസ്റ്റ് ഓഫ് ബീറ്റ എ എന്ന് പറയുന്ന ഒരു ഡോളർ ആണ് വരുന്നത്, സോ അവിടെ ഡോളർ ആഡ് ചെയ്തു. അടുത്ത സി ടെൻസ് ടു ഡോട്ട് സ്മോൾ സി ക്യാപിറ്റൽ സി, അവിടെ നോക്കിക്കേ സിയും ഉണ്ട് ഡിയും ടെർമിനൽ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അവിടെ സി ഓർ ഡി ടെർമിനൽ ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അടുത്ത അതേപോലെ സി ടെൻസ് ടു ഡോട്ട് ഡി സി ഓർ ഡി, അതായത് അവിടെ ടെർമിനൽ ആ പ്രൊഡക്ഷനിൽ വന്നത് കൊണ്ടാണ് ആ ടെർമിനൽ വാല്യൂവിനെ നമ്മൾ ഇവിടെ എഴുതിയത്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ബീറ്റ എ എന്ന് പറയുന്നത് ഈ ഫോമിലെ നമ്മൾ ബീറ്റ ഓഫ് എ എഴുതുമ്പോൾ ഫസ്റ്റ് ഓഫ് സി എന്ന് പറയുന്നത് സിയുടെ ഫസ്റ്റ് ഏതൊക്കെയാണ് വരുന്നത്, സിയും ഡിയുമാണ് വരുന്നത്, സോ സി ഓർ ഡി നമ്മൾ ഇവിടെ എഴുതി. ഈ രണ്ട് രീതിയിൽ നോക്കിയാൽ നമുക്ക് എഴുതാം. ഇനി എന്ത് ചെയ്യണം, ഈ ഓരോ ഐറ്റത്തിന്റെയും എന്ത് എഴുതണം, ഗോ ടു ഫംഗ്ഷൻ. നമ്മൾ നേരത്തെ എഴുതിയത് കൂട്ട് ഓരോ ഐറ്റത്തിന്റെയും ഗോ ടു ഫംഗ്ഷൻ എഴുതുക. ഗോ ടു ഫംഗ്ഷൻ എഴുതുമ്പോൾ ഓർക്കുക, ഇവിടെ കൊടുത്തിരിക്കുന്ന എ വാല്യൂവിന് എന്തുണ്ടാകത്തില്ല, ചേഞ്ച് ഉണ്ടാകത്തില്ല. അത് ഇനി നമ്മള് ഇവിടെ രണ്ടാമത്തെ ഒന്ന് നോക്കിക്കുക. ആദ്യത്തേത് I0, ഡോട്ട് കഴിഞ്ഞ് എസ് വന്നു. I0, എസ് എഴുതിയപ്പോൾ എന്ത് വന്നു, എസ് ഡാഷ് ടെൻസ് ടു എസ് ഡോട്ട് ഡോളർ എന്നായി. അവിടെ ഡോട്ട് കഴിഞ്ഞ് വേറെ വാല്യൂ ഒന്നും വരാത്തത് കൊണ്ട് നമ്മൾ അതിനെ പുതിയ ഐറ്റം ആക്കി എടുത്തു. അടുത്ത പ്രൊഡക്ഷനെ നോക്കിക്കേ, ഇവിടെ സി ഡോട്ട് സി, ഇവിടെ ഡോട്ട് കഴിഞ്ഞ് ഒരു നോൺ ടെർമിനൽ വന്നത് കൊണ്ട് നമ്മൾ എന്തുകൂടി ആഡ് ചെയ്യും, സിയുടെ ക്ലോഷർ കൂടി ആഡ് ചെയ്യും. പക്ഷേ സിയുടെ ക്ലോഷർ ആഡ് ചെയ്യുമ്പോൾ സിയുടെ പ്രൊഡക്ഷൻ നമ്മൾ ഇവിടുന്ന് എടുത്തെഴുതും, സി ടെൻസ് ടു ഡോട്ട് സി സിയും സി ടെൻസ് ടു ഡോട്ട് ഡി. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന എ വാല്യൂ അല്ല നമ്മൾ എന്ത് എഴുതുക, ക്ലോഷർ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എഴുതുക. ഇവിടെ ഏത് എ വാല്യൂ ആണോ ഗോ ടു ഫംഗ്ഷനിലുള്ളത് ആ എ വാല്യൂ ആണ് എന്തിലേക്ക് എഴുതുക, നമ്മൾ ക്ലോഷർ എഴുതുമ്പോഴും എഴുതണം. ആ ഒരു വ്യത്യാസം മാത്രമേ മറ്റേതിൽ നിന്ന് ഇതിനുള്ളൂ. ബാക്കി മറ്റേതുപോലെ തന്നെ എന്ത് കണ്ടുപിടിക്കുക, എല്ലാത്തിന്റെയും ഗോ ടു ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. അതിനെ നമ്മൾ എന്ത് ആക്കുക, ഡയഗ്രാം ആക്കുക. ഡയഗ്രാം ആക്കുമ്പോൾ നമ്മൾ നേരത്തെ ചുമ്മാ I0, I1, I2 എന്ന് എഴുതിയിരുന്നെങ്കിൽ ഇവിടെ I0ക്കകത്ത് എന്തൊക്കെ ഐറ്റം വരുന്നുണ്ട് ആ പ്രൊഡക്ഷൻ എല്ലാം എടുത്തെഴുതി സ്റ്റേറ്റ് ആക്കണം. ഓക്കെ, I1-നകത്ത് ഏത് പ്രൊഡക്ഷൻ വരുന്നുണ്ട്, I2-നകത്ത് ഏത് പ്രൊഡക്ഷൻ വരുന്നുണ്ട്, I3-യിൽ ഏത് വരുന്നുണ്ട്, അത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഡയഗ്രാം വരയ്ക്കാൻ. ബാക്കി സെയിം ആസ് പെർ നമ്മുടെ SLR-ന്റെ കൂട്ട് തന്നെയാണ് ടേബിളും ബാക്കി കാര്യങ്ങളും കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പൊ രണ്ടും ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത ആഴ്ച ഏതെങ്കിലും ഒരു ദിവസം കൂടി, അടുത്ത സൺഡേയിൽ എക്സാം എഴുതുന്നുണ്ടോ? ഇല്ല, ബുധനാഴ്ച എഴുതാം. എല്ലാരും അങ്ങനെ ആണോ? കാരണം ഫോർത്ത് മൊഡ്യൂൾ ഞാൻ എടുത്തിട്ടില്ല, അത് ചോദിച്ചത്. അറിയില്ല, സുരേഷ് ഏട്ടൻ ചിലപ്പോൾ എഴുതാതിരിക്കാൻ ചാൻസ് ഉണ്ട്. ഫോർത്ത് മൊഡ്യൂൾ അടുത്ത ആഴ്ച എടുക്കാൻ പറ്റുള്ളൂ. അടുത്ത ആഴ്ച ടെക് ആയതുകൊണ്ട് ശനിയാഴ്ച ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. മിസ്സിന് നാളെ എടുക്കാൻ പറ്റത്തില്ലേ? നാളെ എനിക്ക് സമയമില്ല, അതുകൊണ്ടാണ് ഇന്ന് വാങ്ങിച്ചെടുത്തത്. അപ്പൊ നാളെ നേരത്തെ ക്ലാസ് ഏതെങ്കിലും ഒരു ദിവസം ഞാൻ നോക്കാം, അതിന്റെ ഇടയ്ക്ക് എടുക്കാം. ഫോർത്ത് മൊഡ്യൂൾ തുടങ്ങാം. ഇതിനെ ഒരെണ്ണോടും ഉണ്ട്, അത് ഞാൻ ഫോർത്ത് മൊഡ്യൂൾ തുടങ്ങിയിട്ട് പിന്നെ ലാസ്റ്റ് എടുപ്പിക്കാം. എല്ലാം കൂടെ പെട്ട വട്ട അല്ലേ തന്നെ വട്ടാന്ന് എനിക്കറിയാം. എക്സാമിന് എങ്ങനെ കഴിക്കുന്നത്? രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്നുണ്ടോ? ഇല്ല, തേർഡും ഫോറും. ശരി, ഓക്കെ.